എന്റെ അപ്പം പറഞ്ഞത് ഞാൻ ഹാഫ് ശ്രീലങ്ക. അപ്പൊ ആ ലുക്കേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഹാഫ് ശ്രീലങ്ക. എന്റെ ഫാദർ പറഞ്ഞത് എന്റെ ജനിപ്പിച്ചവരും വളർത്തിയവരും എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ ആർക്കുണ്ടാകുന്നത്. അപ്പൊ അതിന് വേറെ പ്രോബ്ലം, അത് വേറെ കാര്യം. എന്നെ വളർത്തിയത് ഒരു ടീമും ജനിപ്പിച്ചെന്ന് പറഞ്ഞു വന്നത് ഒരു ടീമും. അമ്മ ആരാന്ന് അറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ രീതിയിൽ ശ്രീലങ്ക. അത് നീ പറഞ്ഞ പോലെ തുണിയാണ്ട് വരെ വേണമെങ്കിൽ നിൽക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കിടക്കാം എന്ന് വരെ ആക്കി വ്യാഖ്യാനിച്ച് മറ്റുള്ളവരിൽ എത്തിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിടക്കാം. ഒരു പെണ്ണിന്റെ അവയവം വലുതാവണത് അവളുടെ ഹോർമോൺ ചേഞ്ച് ഒക്കെ ഒരുപാട് പേർക്കുണ്ട്. ബാങ്കിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്തൊരു പയ്യനുണ്ട്. അവന് ആദ്യത്തെ കിട്ടിയ സാലറി ആയിട്ട് എനിക്ക് വന്നത്. ഞാനും കൂടി ആവശ്യത്തിന് ഞാൻ അവന് എൻ്റെ കയ്യിൽ വെച്ച തേങ്ങ വാക്കട്ടെ അത് വെച്ചിട്ട് ഞാൻ അവനെ ഓടിച്ചിട്ട്, അത് സാക്ഷികളില്ല. എനിക്ക് നടന്നൊരു കാര്യം, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വെച്ച ഒരാളില്ല. ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ആ പരിസരത്തുള്ള ചേട്ടന്മാരോടെന്ന് പറഞ്ഞത് എൻ്റെ ഇന്നർ വരെ വരത്ത ചിന്തനുള്ള കാണുന്ന പോലെ ഇതുവരെ കൊണ്ടുപോകും. എനിക്ക് 10 വയസ്സോളം വളർച്ച കൂടിപ്പോയി. അന്നും ഈ ചെസ്റ്റും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ട്. എനിക്ക് പ്രശ്നം തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ വളർച്ചയുള്ള കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. കാരണം എൻ്റെ അവസ്ഥ എന്നെ കണ്ട പോലെ തന്നെ ഒരിക്കലും ഇവരെയും കാണാം. എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിച്ച വൈറ്റിങ്ങരല്ല നാട്ടുകാരുടെ മരണം ഈസിയായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. അവർ കിടന്ന് പുഴുത്ത് നശിച്ച് വെള്ളം ഇറങ്ങാണ്ട് തൊണ്ട വറ്റി എന്തൊക്കെ അനാവശ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, തൊണ്ടയിൽ കൂടി പുഴുവരിച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട് ട്യൂബിൻ്റെ അകത്തൊരു പുഴു വന്ന് എന്താ പറയുക, നരങ്ങി ചാവാം. ഹായ്, ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും പരിചയമാണ്. അത് ശരിക്കും പറഞ്ഞാല് ഒറിജിനൽ പേരിനേക്കാളും വേറൊരു പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി, കാളി അല്ലെ? കാളിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കുറെ നാളായി പോയിരുന്നുണ്ട്. പക്ഷെ മീഡിയ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇല്ലെങ്കിലും എപ്പോഴും എവിടെയൊക്കെ പ്രസൻസ് ഉണ്ട്. കാണാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാണാൻ പോയാ അപ്പൊ കയറി വരുന്ന എൻട്രൻസിൽ കൂടെ തന്നെ എടുക്കും. പിന്നെ തിയേറ്ററിന്റെ അകത്ത് ഇത് കാണും. പിന്നെ കുറെ പേരുടെ ഈ ബോഡി ഷേമിങ്ങും ഒക്കെ കാണുമ്പോ പിന്നെ ചെന്ന് വീഡിയോക്കകത്ത് ഇതാക്കും. പിന്നെ അത് കട്ട് ചെയ്ത് പീസാക്കി സാമ്പാറിന്റെ കഷ്ണം അവിലിന്റെ കഷ്ണം ഒക്കെ ഇട്ട് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത് ഇപ്പോഴും ചോദിക്കുന്നത് എൻ്റെ അടുത്ത്, നിങ്ങളല്ലേ മറ്റേ 1 ലക്ഷത്തിന് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. മുമ്പൊരു കഥ പറയും, ഒരു കടുക് പൊട്ടാണ്ട് കറിയിൽ കിടക്കണം. അത് മറ്റൊരാളോട് പറയുമ്പോഴത്തേക്കും ആ ആളെ എന്നിട്ട് പറഞ്ഞാൽ അതൊരു ഈച്ചയായിരുന്നു, അത് ആനയായിരുന്നു, പിന്നെ ഏറ്റവും ഏതൊക്കെ വലിയ മൃഗങ്ങളുണ്ടോ അതൊക്കെ ആയിരുന്നു പറഞ്ഞു വരുത്തുന്ന ഒരു മഞ്ഞപ്പറഞ്ഞ അതേപോലെ ആവണം. സോഷ്യൽ മീഡിയ ഞാൻ കുറ്റം പറഞ്ഞില്ല, അവരുടെ കണ്ടന്റ് ആണ് ഒക്കെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കണ്ടന്റ് തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണത്. കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ അവകാശത്തെ കുറിച്ചാണ്. അതായത് എൻ്റെ ഈ രൂപത്തിൽ എന്നെ സൃഷ്ടിച്ചത് ദൈവം. എൻ്റെ പാരൻസ് എന്താണോ, എൻ്റെ അപ്പം പറഞ്ഞത് ഞാൻ ഹാഫ് ശ്രീലങ്ക. അപ്പൊ ആ ലുക്കേ എനിക്ക് ഉണ്ടാവുള്ളൂ. എന്റെ ഫാദർ പറഞ്ഞത് എന്റെ ജനിപ്പിച്ചവരും വളർത്തിയവരും എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ ആർക്കുണ്ടാകുന്നത്. അപ്പൊ അതിന് വേറെ പ്രോബ്ലം, അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ എന്നെ വളർത്തിയത് ഒരു ടീമും ജനിപ്പിച്ചെന്ന് പറഞ്ഞു വന്നത് ഒരു ടീമും. അമ്മ ആരാന്ന് അറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ രീതിയിൽ ശ്രീലങ്ക. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ ശ്രീലങ്ക ലുക്ക് എനിക്കുണ്ട്, അല്ലെങ്കിൽ തമിഴത്ത് ലുക്ക് എനിക്കുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, എന്റെ രൂപത്തിനെ പറയാൻ എന്ത് അവകാശമാണ് ആൾക്കാർക്കുള്ളത് അല്ലെ? ഞാനത് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്, നിന്റെ അച്ഛന് ഞാൻ ഉണ്ടായാൽ നിന്റെ രൂപത്തിൽ ഞാൻ ഉണ്ടാവും. പിന്നെ ദൈവം തമ്പുരാൻ തീരുമാനിക്കും നിന്റെ രൂപത്തിൽ വേണ്ട, എനിക്ക് ഊനങ്ങളും വൈകല്യങ്ങളും ഉണ്ടാവട്ടെ, എനിക്ക് രൂപത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ എന്ന് ദൈവം തീരുമാനിച്ച നീ എന്നെ കൊണ്ട് കളയോ, അല്ലെങ്കിൽ നീ എന്നെ കൊണ്ട് കൊന്നു കളയോ, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റൂല. അതെ. പിന്നെ ഞാനിടുന്ന വേഷം, ഞാൻ അടുക്കൊതുക്കത്തോടുകൂടി നടന്ന സമയത്തെല്ലാം എനിക്ക് ദുരന്തങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എന്നെ ഇങ്ങനെ ആക്കിയത് ഈ സമൂഹമാണ്. ഇപ്പൊ എന്റെ സ്വന്തം ചെലവിൽ കഴിഞ്ഞ എന്റെ 2 മക്കളെ വളർത്തിയൊക്കെ ചെയ്തു. ഈ പറഞ്ഞ ആൾക്കാർ ആരും എനിക്കൊരു നേരത്തെ ഭക്ഷണം ഒന്നും തരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ രീതിയിൽ ഞാൻ എന്റെ കോസ്റ്റ്യൂം ഇടണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ചെലവ് തരണം. അതാണ് ഞാൻ അങ്ങനെ ഒരു രീതി പറഞ്ഞു. അതും ഇവനൊക്കെ പറഞ്ഞ പോലെ ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ ഞാൻ വന്ന് മുമ്പിൽ നിൽക്കാം. ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അത് നീ പറഞ്ഞ പോലെ തുണിയാണ്ട് വരെ വേണമെങ്കിൽ നിൽക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കിടക്കാം എന്ന് വരെ ആക്കി
വ്യാഖ്യാനിച്ച് മറ്റുള്ളവരിൽ എത്തിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിടക്കാം എന്ന് പറഞ്ഞ പോലെ 1 ലക്ഷം ഒന്നും പറ്റില്ല ഇനി. കാരണം നിങ്ങൾ വിചാരിക്കും ഇത് 500 രൂപ ഉള്ളൂ. ഒരു കമന്റ് കണ്ടുറന്നു 16 വയസ്സുള്ള കുട്ടിയെ വരെ സ്പാ സെന്ററിൽ കിട്ടും 5000 രൂപയ്ക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് മൈൻഡായിരിക്കും. 16 വർഷം ചെറിയ കുട്ടിയാണ്, അത് വേറെ വകുപ്പാണ്. അപ്പൊ ഇതേപോലത്തുള്ള സ്പാ സെന്ററിൽ അത് കിട്ടുന്നുണ്ടെന്നുള്ളതിനെ അറിയാവുന്ന ആളല്ലേ, കൊടുക്കുന്ന ആളല്ലേ. മൊത്തം വൃത്തികളും കാര്യങ്ങളൊക്കെയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയും അത്യാവശ്യം എന്താ പറയാ സ്റ്റൈലായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതാണ് പറഞ്ഞേക്കണേ. എന്റെ സഹോദരല്ലേ ഇപ്പൊ ഒരു ലൈവ് ഇട്ടപ്പോഴത്തേക്കും എന്നാ പിന്നെ നീ ആ ടീഷർട്ടും കൂടി ഊരിക്കളയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അതെന്റെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടമല്ലേ. അപ്പൊ ഇത് ഇപ്പൊ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ എന്തോ പ്രൊവോക്ക് ചെയ്തപ്പോ എനിക്കും ഉള്ളത് തന്നെയാണ്, എല്ലാവർക്കും ഉള്ളതാണ് എനിക്കും എന്നിട്ടുള്ള രീതിയിലൊരു വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി വണ്ണം കൂടി, കാരണം എന്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്കല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു പെണ്ണിന്റെ അവയവം വലുതാവണത് അവളുടെ ഹോർമോൺ ചേഞ്ചും ഒക്കെ ഒരുപാട് പേർക്കുണ്ട്. ഞാൻ എന്താ പറയുക, ഒരു നാടിന് വേണ്ടി ഫോട്ടോച്ചി കൾച്ചർ വിട്ട് ആ നാടിന്റെ കൾച്ചർ സ്വീകരിച്ച ആളാ. നമ്മുടെ നാട്ടിൽ തന്നെ പല കൾച്ചറുണ്ടെന്നേ, കൾച്ചർ ഫോട്ടോ. ഞാൻ പറയട്ടെ, ഇത് തന്നെ വിദേശികളോട് തന്നെ ഉണ്ട്. അവരെ നിങ്ങൾ ആരെങ്കിലും തുന്നുടിപ്പിക്കാനൊന്നും ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. ഇതേ വ്യക്തികൾ തന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അവരുടെ ഉള്ളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ. പിന്നെ ഇതേ വ്യക്തികളുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമുള്ള കാര്യങ്ങൾ തന്നെയാ. ഒന്ന് പറയട്ടെ, സ്വന്തം ഇപ്പൊ ഇവർക്കൊക്കെ വേണ്ട ഒരു പബ്ലിസിറ്റിയാണ്. അത് ഇപ്പൊ മീഡിയയിൽ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റിലൂടെയാണ് ഞങ്ങൾക്ക് ഇത് വൈറലാവാൻ പറ്റുന്നെങ്കിൽ, ഇതേപോലെ തെറി പറയുന്ന ഇഷ്ടപ്പെടുന്ന ഒരു അതുണ്ട്. പിന്നെ പെണ്ണുങ്ങളെ തല്ലുകൊണ്ട് നമ്മുടെ ഫീറ്റ് ലവർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഗ്യാങ് ഉണ്ട്. അവർക്ക് എന്താ ആവശ്യം? പെണ്ണുങ്ങള് ചീത്ത ആ കാൽ അങ്ങനെയുള്ള വൃത്തി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അംഗീകരിക്കാം, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു 3-4 പേര് ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ പഠിക്കും, ഇങ്ങനെ ഒരാണായിട്ട് ജീവിക്കുക, അല്ലാണ്ട് ഈ പട്ടി പോലൊക്കെ ബെൽത്തിട്ട് കിടക്കുക. എനിക്ക് ദൈവത്താണ് എനിക്കത് താല്പര്യമില്ല. കാരണം ഞാൻ പെണ്ണാണ് ശരിക്കുള്ളത്. എനിക്ക് ആണിനെ ബഹുമാനിച്ച് ഈക്വാലിറ്റി അല്ല, മര്യാദ തരുന്നൊരു പുരുഷനെ വേണ്ട. അല്ലാണ്ട് എന്റെ കാലിനടിയിൽ കിടന്നോളാം, അതായത് ആൺമത്തം കൂടുതലുള്ളതിന്റെ പേരിൽ അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ പെർഫെക്റ്റ് അല്ല. അപ്പോ എന്റെ ശരീരം ഇങ്ങനെ ഇരിക്കണം. എന്താ പറയാ, എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സ്കിന്നിനുണ്ട് പ്രശ്നം. അപ്പോ അങ്ങനെയുള്ള ഡ്രസ്സുകൾ, പിന്നെ ചില വാശികളും എനിക്കുണ്ട്. ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോഴും ഇതേപോലെ പറഞ്ഞു. പിന്നെ എനിക്കറിയാവുന്ന ടീമുകളെയൊക്കെ ചീത്ത പറയും. ഞാൻ എൻ്റെ ടീച്ചറൊന്നും പ്രതികരിക്കാറുണ്ട്. ഇപ്പൊ എന്നെ പറയുമ്പോഴാണ് ശരി. എനിക്കറിയാവുന്ന കാജൽ ഏത് ട്രാൻസ്ഫോർമേഷനൊക്കെ പറയുമ്പോൾ ഞാൻ ആ ടീച്ചർ എന്നിട്ട് പറയും, അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. എത്ര സിനിമകളിൽ കാണിച്ചു തരുന്നു, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ജീവിക്കും, ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ജീവിക്കും. ഞാനൊരാളുടെ വേഷത്തിലോ എന്താണ് ഇങ്ങനെ വേഷമുള്ള വേറെ ഞാൻ എന്തും വൃത്തിക്ക് നടക്കുന്ന പറയുള്ളൂ. വൃത്തിയുടെ എല്ലാവരുടെ ഇഷ്ടം. ഞാനൊരിക്കലും എൻ്റെ സുഹൃത്തുക്കളോട് അന്യന്മാരോട് പറയും, നീ മറ്റുള്ളവരുടെ ഡ്രസ്സോ കാണുന്നില്ല, നീ അങ്ങനെ ഇരിക്കുന്ന എനിക്കറിയാൻ നിൽക്കണ്ട. ഞാൻ കാണുന്നവരോടൊക്കെ പറയും, നീയായിട്ട് ജീവിച്ചോ, ഞാനായിട്ട് എന്നെ തിരുത്താൻ വരാൻ നിൽക്കണം. ഇപ്പൊ ഈ പൊതുവെ നമ്മുടെ ഒരു സമൂഹം വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അല്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ട് തോട്ടുള്ള ആണുങ്ങൾക്ക് സ്ഥിരമുള്ള ഒരു ഇതാണ്, ഒരു വിമൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ടിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ്. അങ്ങനെ ഇപ്പോ ആർട്സ് ആണെങ്കിലും സിനിമ ആണെങ്കിലും അല്ലെങ്കിൽ കൾച്ചർ വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പൊ ആ രീതി കൊണ്ടാണ് ഇപ്പോഴും ഈ മലയാളത്തിൽ പറഞ്ഞത് ഒബ്ജക്ടിഫൈ അലങ്കരിക്കുക, അങ്ങനെ എന്തോ അല്ലേ, സ്ത്രീ അലങ്കരിച്ചു വെക്കാന്നുള്ളതല്ലേ? അതെ അതെ, സത്യമാണ്. അതാരാ അങ്ങനെ ആക്കി? പുരുഷന്മാരെ തന്നെ അങ്ങനെ ആക്കി. പിന്നെ എല്ലാത്തിനും മാർക്കറ്റിംഗ് സ്ത്രീകളാണ്. ഞാനിപ്പോ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് പറഞ്ഞു, പല സ്ട്രേഞ്ച് പെൺകുട്ടികളുണ്ടോ എന്ന് ചോദിക്കും വരുന്ന ആൾക്കാര്. ഒരു ആണിന്റെ ജഡ്ഡിയുടെ പരസ്യമാണെങ്കിൽ ശരി, ജീൻസിന്റെ പരസ്യമാണെങ്കിൽ ശരി, സൈഡിലൊരു പെണ്ണുണ്ടാവും അല്ലേ? ഇപ്പൊ തിരിച്ചിപ്പോ ലാലേട്ടൻ തെളിയിച്ചു കഴിഞ്ഞു, വേണ്ട ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ലാലേട്ടൻ ഗോൾഡിന്റെ പരസ്യം ചെയ്തു. അപ്പൊ ഞാൻ ചിരിച്ചു. ഒരു നെഗറ്റീവ് ആയിട്ടാണ് ആൾക്കാർ വന്നത്. കാരണം അതെന്തുകൊണ്ട് പെണ്ണുങ്ങൾ, കാരണം പെണ്ണിന്റെ ആഭരണം കാണിക്കുമ്പോൾ പെണ്ണെ പോലെ ചിന്തിക്കുക എന്നുള്ളതും കൂടി ഉണ്ട്. അതായത് ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ഓർണമെന്റ്സ് എടുക്കുമ്പോൾ ആ മകളുടെ ചിന്താഗതി കൂടി ചിന്തിക്കുക എന്നുള്ളത്. അതായത് ഒരു അത് ഒരു കലാകാരനാണ് അദ്ദേഹം അത് അത്രയും ഭംഗിയാക്കി ഒരു പെണ്ണിനെ പോലെ ചെയ്ത് കാണിച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി എന്നുള്ള നിലയിൽ അഭിമാനം കൊള്ളേ വേണ്ടേ. അല്ലാണ്ട് അതിനെ കയറി മറ്റേ പുരുഷോത്തമനായിട്ട്
അദ്ദേഹം അത്രയും കഥാപാത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പ്രൂവ് ചെയ്ത ഒരാളാണ്. ഇനി പിന്നെയും അത് തന്നെ കണ്ടിന്യൂ. ഒരു വെറൈറ്റി പിടിക്കട്ടെ. സാറെല്ലാം അഭിനയിക്കണേ. ഒരു പാട്ട് സിനിമ നാലും കുണിക്കാണികളെ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക ചെയ്തിട്ടുണ്ട് ഇല്ലേ, ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ വേണം. അതായത് നമ്മ ഇത്രയൊക്കെ വളർന്നു എന്ന് പറഞ്ഞാലും ശരി, ഗോസിപ്പ് എന്ന് പറഞ്ഞത് മുരടിച്ച അവസ്ഥയിലുള്ള സാധനം. ഒരു പെണ്ണാണെങ്കിൽ ശരി, ഇപ്പൊ ആണെ പറയണില്ലേ, ആണെ പറയണ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആണല്ല എന്ന് പറയുള്ളൂ. അവളുടെ കണ്ടിൽ അയച്ചാളിട്ടെന്ന് പറയും. അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ, ഒരു ഞാൻ പറയാറില്ല, നിങ്ങൾക്ക് തമ്മിൽ അതായത് ബന്ധങ്ങൾ തമ്മിൽ ഒന്നിച്ച് പോകാൻ പറ്റില്ല. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയാം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇതുവരെ പോയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂളിൽ എന്തോ ഒരു വേണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ പറഞ്ഞ ആവശ്യത്തിൽ ഞാൻ റെക്കോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതൊരു കോർട്ടിലൊന്നും പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഭാര്യയാണ് അയാളുടെ, ഡൈവേഴ്സ് വാങ്ങിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു അവകാശം ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഒരു മിഠായി പോലെ എൻ്റെ മോളെ കണ്ടിട്ട് കൂടിയില്ല അയാള്, എൻ്റെ മോൾക്ക് അറിയാൻ കൂടിയില്ല അയാളെ ജനിച്ചിട്ട് ഇതുവരെ. കാരണം ഞാൻ അങ്ങനത്തെ മൈൻഡുള്ള ആളാണ്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, തിരിഞ്ഞിറക്കും. സ്നേഹത്തിന്റെ മുകളിൽ മാത്രമേ അടിമയായിട്ടുള്ളൂ. അതും ഒരു പരിധി കൂടുതൽ ഞാൻ ഗിഞ്ചി പോകില്ല. കാരണം എനിക്ക് ആ സമയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആ കിട്ടേണ്ട സമയത്താണ് പരിഗണന, ബഹുമാനം കിട്ടേണ്ടത്. അതിനപ്പുറത്തേക്ക് കിട്ടേണ്ട ആവശ്യമില്ല. എൻ്റെ ശരീരത്തിന്റെ വളർച്ച അതുകൊണ്ട് ഒരാളെ എടുത്ത് വരാനില്ല. എൻ്റെ മൈൻഡ് ഇപ്പോഴും 10 വയസ്സിൽ കിടക്കുടക്കി. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എന്നെ ഒരേ സമയം പല ക്യാരക്ടറായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളിൽ. എല്ലാവരും പറയും നിന്റെ ക്യാരക്ടർ എപ്പോൾ ചേഞ്ച് ആവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോൾ 10 വയസ്സിലോട്ട് പോകും, എപ്പോൾ ധന്യയിലോട്ട് പോകും, എപ്പോൾ ഭദ്രയിലോട്ട് പോകും, എപ്പോൾ കാലിലോട്ട് പോകും, എപ്പോൾ കിൽക്കത്തിലോട്ട് പോകും എന്നറിയാൻ പാടില്ല. അത് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാലയായിട്ടായിരിക്കും കിൽക്കോട്ടായിരിക്കും തിരിച്ചു തരിക. കിൽക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒച്ചപ്പാട് ഇതേപോലെ ഒന്നല്ല, ഒന്നും അതിനൊക്കെ കിൽക്കിൽ പറഞ്ഞ ഒച്ചപ്പാട് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ്. എന്നെ അടുത്തറിയുന്ന സുഹൃത്തുക്കളെല്ലാം അങ്ങനത്തെ പേര് വിളിക്കുള്ളൂ. എൻ്റെ പഴയ സുഹൃത്തുക്കള് കണ്ടിന്യൂ അത്രയും വർഷം കണ്ടിന്യൂ തുറന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരിക്കലും എനിക്ക് ഈ പേര് വിളിക്കില്ല, കാളി എന്നുള്ള പേര് വിളിക്കില്ല. ആ ആൾക്കാർ കിൽക്കം എന്നറിയുന്ന കഥാപാത്രത്തിന് അറിയുന്ന ആൾക്കാരെ ആരും എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ എന്നെ കമന്റ് ഇടാനോ ഒന്നും വരില്ല. അതേസമയം നിങ്ങളൊന്ന് നോക്കുക, എന്നെ തെറിവറിന കമന്റ് അടിയിൽ തന്നെ എന്നെ അറിയുന്ന ആൾക്കാർ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചെന്നാ. കാരണം ഞാൻ എന്നെ ഉപദ്രവിച്ച ഒരാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഇപ്പോഴാണ് പബ്ലിക്കിൽ എന്നെ മാത്രമല്ല പബ്ലിക്കിൽ ഒരുപാട് പേര് ഉപദ്രവിക്കുന്ന ആൾക്കാർക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഉപദ്രവിക്കാനോ കേസിനോ എൻ്റെ സ്ത്രീധനോ അല്ലെങ്കിൽ ജീവനാംശമോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എല്ലാവരും 3-4 കെട്ടി എൻ്റെ കണക്ക് പറയും. പക്ഷെ അതെങ്കിൽ ഏത് സാഹചര്യത്തിലാണെന്നോ ആരും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ ആരും എന്നെ പറ്റി അത് പറയാനില്ല. ഇത് എല്ലായിടത്തും ഉള്ള. പിന്നെ പാരൻസ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരൻസ് എനിക്കില്ല. ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഒരു അപ്പന് കൂടെ നടപ്പുണ്ട്, അപ്പൻ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സത്യാവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ. ഞാൻ പല മീഡിയയിലും പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, എന്നെ വളർത്താത്ത ഒരു അച്ഛനോട് എനിക്കൊരു ആത്മാർത്ഥത തോന്നി. പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. 5 കൊല്ലം ആ ഒരു സന്തോഷത്തിന്റെ പുറത്ത് എൻ്റെ സിനിമ കളഞ്ഞു, എൻ്റെ ജീവിതം. ഞാനൊരു സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കിളിക്കൂടുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാൻ വേണ്ടി എന്താ പറയാ അത്രയും സ്ട്രഗിൾ ചെയ്തു. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സ്വർണത്തിന്റെ കൂട് മാറി, തുരുമ്പ് കൂടായി, പലപ്പോഴും മുറിവുണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, ഇനി അടിമയായിട്ടിരിക്കുന്നുള്ളതില്ല. തുരുമ്പ് ഞാൻ ഇളക്കി കളഞ്ഞ് ഞാൻ പുറത്തിറങ്ങും. ഞാൻ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ എനിക്കിനിപ്പോൾ ഇത്ര ഏജായി, എൻ്റെ മക്കൾ ഇത്രയും വളർന്നു. ഇനിയിപ്പോൾ അവരുടെ കുറച്ചും കൂടി സ്മാർട്ടാകുന്നവരെ, അവരാണ് സ്മാർട്ടാണ്, എല്ലാ കുട്ടികളെക്കാട്ടും സ്മാർട്ടാണ്. പക്ഷെ ഒന്നും കൂടി മറ്റുള്ളവരെ എന്താ പറയാ എൻ്റെ മക്കളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. കാരണം പക്ഷെ എല്ലാവരും മനസ്സിലാക്കും എന്നെ പോലെ തന്നെയാണ്, എൻ്റെ സെയിം ഫോട്ടോ കോപ്പിയാണ്. ഇനി യാത്ര ചെയ്യണം, അവരെ ഇട്ട് കുറേ സ്ഥലങ്ങൾ കാണാം, അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ കുറച്ച് യാത്ര ചെയ്യാം. എല്ലാവരും എൻ്റെ പുറംമോടിയാണ് കാണുന്നത്. പക്ഷെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ എൻ്റെ പുറംമോടി നോക്കാറില്ല, എന്നെ ഏത് വശത്തിൽ കണ്ടത്. ഇപ്പോ ഒരു പൊതുവെ ഇങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ, അത് ഏത് ആയാലും ആരായാലും, ഇപ്പോ മാരീഡ് ആണ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്തതിന് കുട്ടികൾക്കായിരിക്കും എഫക്റ്റ് ആവുക, അല്ലെങ്കിൽ കുട്ടികളുടെ ലൈഫ് പോകുന്നൊക്കെ രീതിയിൽ. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്രിറ്റിസിസം കിട്ടുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാറ്? മൈൻഡ് വെക്കാതിരിക്കുക. കാരണം ഇതൊന്നും ചെയ്യാത്തൊരു പാരൻസിന്റെ മകളാണ് ഞാൻ.
അതേ മകളെ ഇത്രയും പേര് ഉപദ്രവിച്ചപ്പോഴും അവർ നോക്കൂത്തിയായിരുന്നു. സമൂഹം മറ്റുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞ എല്ലാവരും എന്നിട്ടും മറ്റുള്ളവരറിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കാപ്പേരും പറയാൻ ഉപദ്രവിച്ചു. ഈ കഴിഞ്ഞ പിന്നെ ഒരു ഇത് വന്നു, അതിലും ഈ നാട്ടുകാരെ കൂടി ചേർന്ന് ഇതൊക്കെ പറഞ്ഞ് വീണ്ടും എൻ്റെ ലൈഫ് പിന്നെയും ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 9 വർഷം 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ഇതേ ഉപദ്രവം, ഇതേ കാര്യം പറഞ്ഞാൽ ഉപദ്രവിച്ചിട്ടുണ്ട്. വൈപ്പിൻകരക്കാരെ തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വൈപ്പിൻകരയില് വൈപ്പിൻകര മാത്രമല്ല, നമ്മുടെ നാട്ടിൽ 10 വയസ്സും 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇത്രയും ഉപദ്രവിച്ചിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് വരെയും കറക്റ്റായിട്ടില്ല. പക്ഷെ അതേ നാട്ടിൽ അവരെ ജീവിക്കാൻ വിട്ട അതിലും വലിയ ശിക്ഷ വേറൊന്നുമില്ല. കാരണം അവർക്കുള്ള ശിക്ഷയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നെ ഉപദ്രവിച്ചതിന് ശേഷം എൻ്റെ വീട്ടിൽ വന്ന ഒരു ബാങ്കിൽ പ്യൂണായിട്ട് വർക്ക് ചെയ്തൊരു പയ്യനുണ്ട്. അവൻ ആദ്യമായിട്ട് കിട്ടിയ സാലറി ആയിട്ട് എൻ്റെ അടുത്ത് തന്നെ ഞാനും കൂടി ആവശ്യത്തിന് ഞാൻ അവൻ എൻ്റെ കയ്യിൽ വെച്ചാൽ തേങ്ങ കൊടുക്കുന്ന ഭാഗത്തെ അത് വെച്ചിട്ട് ഞാൻ അവനെ ഓടിച്ചിട്ട്, അത് സാക്ഷികളില്ല, ഞാൻ മാത്രമാണ് സാക്ഷി. കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം അങ്ങനെയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നടപ്പുണ്ട്, കൂടിപ്പോയൊരു 10 മിനിറ്റ് നടപ്പ്. കാരണം ചിലയൊക്കെ താണ്ടി പിന്നെ കാടാണ്, കാടിൻ്റെ നടുക്ക് കണ്ടലിൻ്റെ നടക്കാൻ. പിന്നെ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് അങ്ങാതെ നടക്കണം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് അത് നട്ടുച്ചക്കൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല, എല്ലാവരും കുളിപ്പിടിക്കാറാണ്. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ആര് കാണാനാ. പിന്നെ എൻ്റെ ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ തന്നെയാണ് ആദ്യം എൻ്റെ ഒപ്പത്ത് ചോദിച്ചത്. അപ്പം പിന്നെ അവരുടെ വീട്ടുകാർ എന്നെ ആരും തോന്നാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർ വേണം, നിയമം വേണം. നമ്മൾ ചോദ്യം ചെയ്യുന്ന പോലീസുകാർ വരെ ഇപ്പോൾ JSKയുടെ സിനിമ അല്ലേ, അങ്ങനെ ഒരു പോലീസുകാരൻ ഞാനും കണ്ടിട്ടുണ്ട്. എന്നെ അറിയാവുന്ന കുറെ പോലീസുകാരുണ്ട് ഇതേപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള പെണ്ണാണ്. ഈ പിന്നെ ആ സമയത്തും എനിക്കൊരു തുള്ളി, ഞാൻ ഓടണം കണ്ടിട്ടും കൂടി എനിക്കൊരു തുള്ളി വെള്ളം തരാത്ത നാട്ടുകാരോട് എനിക്കൊരിക്കലും മര്യാദയില്ല അല്ലേ. അത് കഴിഞ്ഞ് ഇതേ പ്രശ്നം പറഞ്ഞു, അതായത് 10 വയസ്സിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് വനിതാ സെല്ലിൽ വരെ നിന്ന് പ്രസംഗിച്ചിട്ട് ആ കേൾക്കണ പോലീസ് വനിതാ പോലീസ് എന്നോട് ഈ 10 വയസ്സുള്ള ഇങ്ങനെയല്ലേ ജഡ്ജ്മെന്റ് മാറി. ഞാനപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ പുരുഷനായിട്ടുള്ള ഒരാളത്ത് വെച്ച് സാറിൻ്റെ മക്കളുണ്ടെന്ന് ചോദിച്ചു. സാറിൻ്റെ മക്കൾക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു സാറിൻ്റെ മൂക്കി ഇങ്ങനെയുണ്ടായ അത് സാറിൻ്റെ മിസ്റ്റേക്കാണോ സാറിൻ്റെ മോളുടെ മിസ്റ്റേക്കാണോ, സാറിൻ്റെ മോള് ബേസിയാവുമെന്ന് ചോദിച്ചു. അല്ലേ ചോദിച്ചു. പിന്നെ ഏത് ബേസിലാണ് 10 വയസ്സുള്ള എന്നെ നിങ്ങൾ ഇത്രയും ഈ പോലീസുകാരൊക്കെ കൂടി നിന്നിട്ട് എൻ്റെ മക്കളെ അവരുടെ കൈ കൊടുത്തിട്ട് ഇപ്പോഴും ഞാനൊരു ലൈവ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം എനിക്ക് വിളിയുള്ള ഭീഷണിയാണ്. കാരണം കയറിച്ചാൽ സ്ഥലമില്ല, ഭീഷണി കേൾക്കണം. എന്നെ ഉപദ്രവിച്ചിട്ട് എവിടെ സ്റ്റേഷനിൽ വാറണ്ട് ഉണ്ട് എനിക്ക്, കോടതി. അതൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ തല്ലിയ വീഡിയോ ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ട്. ആ തല്ലിയ വീഡിയോ പബ്ലിക്കിൽ ഇട്ടേനാണ് എനിക്ക് അതും കൊടുത്തേക്കണ പരാതി ഫേക്ക് ആയിട്ട് വരുന്നത്. കമ്മീഷൻ മുമ്പിൽ ചെന്ന് ആ പെൺകുട്ടി പറഞ്ഞു, കമ്മീഷണർ പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പൊ കേട്ടു. ഞാൻ പറഞ്ഞ സാധനം എന്നെ കണ്ടിട്ട് പെൺകുട്ടിയായിട്ട് പോകുന്നത്. പച്ചക്ക് പറഞ്ഞിട്ടുള്ള പോലീസുകാരുണ്ട്, എല്ലാ പോലീസുകാരല്ല പറഞ്ഞു, അങ്ങനെയുള്ള പോലീസുകാരുണ്ട്. ഈ പാരൻസ് അല്ലെങ്കിൽ പാരൻസിനൊരു കെയർ ഇല്ലാത്തൊരു കുട്ടി അല്ലെങ്കിൽ പാരൻസ് പ്രോപ്പറായി നോക്കാത്തൊരു കുട്ടി തന്നെയാണ് കൂടുതലും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൊസൈറ്റിയിലുള്ളൊരു ഗ്രൂപ്പിന് തോന്നുകയാണ് ഇവർക്ക് ചോദിക്കാൻ ആരുമില്ല, നമ്മൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും നിങ്ങളെ യൂസ് ചെയ്യാൻ നോക്കിയത്. തീർച്ചയായും. കാരണം കള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്, സത്യങ്ങളില്ല. ഒരു പെണ്ണെ കുറിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് നടന്നൊരു കാര്യം, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടെന്ന് വെച്ച ഒരാളിനാണ്. അതായത് 10 വയസ്സും 8 വയസ്സുള്ള എൻ്റെ അനിയനും അമ്മയച്ഛനും ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യം, ആ പയ്യന് ആരുമില്ലാത്ത അവൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തേക്കാം, അവൻ അമ്മയില്ലാത്തല്ലേ, നിങ്ങൾ എടുക്കുമ്പോൾ കൊടുത്തേക്കാം. അവൻ അവൻ്റെ അനിയനും കൂടി വരുന്നതിന് പകരം അനിയനെ വീട്ടിലത്തെ അവൻ മാത്രം വരും. ഒന്നാലോചിച്ച് നോക്കി, എനിക്ക് 10 വയസ്സ്, അവന് 15 വയസ്സ്. ആ 15, 12 ആ പൈസയിൽ ഞാൻ വൈപ്പിങ്ങരിൽ നിൽക്കണം മാത്രമേ ഉള്ളൂ, പഠിക്കുന്ന മുഴുവൻ ഫോട്ടോ വെച്ചില്ല. അപ്പം ഞങ്ങളുള്ള സമയത്ത് ആകെ ഞായറാഴ്ച മാത്രമാണ്. അപ്പോഴും അച്ഛനമ്മ ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കും. അതും അമ്മ വീട്ടു ജോലിക്ക് പോകുന്ന സ്ഥലത്തെ ഭക്ഷണങ്ങൾ, കേക്ക്, ദുബായ് കുട്ടപ്പൻ്റെ വീട്ടിലാണ് പഠിക്കുന്നത്, ഫോട്ടോ വെച്ചിൽ ഏറ്റവും വലിയ പഠിക്കാൻ. അയാളുടെ വീട്ടിലെ എല്ലാ ഫുഡും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉള്ള ഫുഡൊക്കെ ഞാൻ വീട്ടിലുണ്ടാവും. അപ്പം ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഇവർ വരും.
ഈ വന്ന ആള് ഞാൻ പറയില്ല വീട് കാലിന്റെ ഉള്ളിലാണ്, പുറത്ത് അകത്തെന്തിറക്കും പുറത്തെന്തിറക്കും. ഈ പയ്യൻ ഇവിടെ വന്നിട്ട് ആ പരിസരത്തുള്ള ചേട്ടന്മാരോടെന്ന് പറഞ്ഞത് എന്റെ ഇന്നർ വരെ ഭരതൻ സിനിമയിലുള്ള കാണുന്ന പോലെ ഇതുവരെ കൊണ്ടുകൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ നടക്കാതൊക്കെ തന്നെ സിനിമയിലുള്ള പലത് വ്യത്യസ്തമൊന്നുമല്ല അല്ലേ? ന്യൂസ് വരെ വന്നിട്ടില്ല. എന്റെ ലൈഫിൽ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഓല വേണതിൽ 10 വയസ്സുള്ള എനിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടലാണ്ട് വേറെ വഴിയില്ല പാമ്പിനെ കണ്ട. അത് കണ്ടിട്ട് വേറെ വർത്തമാനം പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്ക് 10 വയസ്സോളം വളർച്ച കൂടിപ്പോയി. അന്നും ഈ ചെസ്റ്റും ഇതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് പ്രശ്നം തന്നെയാണ്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ വളർച്ചയുള്ള കുട്ടികളെ കാണുമ്പോൾ പേടിയാണ്. കാരണം എന്റെ അവസ്ഥ എന്നെ കണ്ട പോലെ തന്നെ ഒരിക്കലും ഇവരെയും കാണാം. മനസ്സിലായാലേ? എത്രയൊക്കെ ഇപ്പൊ വീഡിയോ ഒരു അച്ഛൻ ചെയ്തു, നീ ഇങ്ങനെ കുനിയണ്ട, നീ ഒരു ടീം ഇങ്ങനെ കുനിയാൻ പഠിപ്പിക്കുമ്പോൾ ഒരു അച്ഛൻ നല്ല തന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് മറക്കണ്ടേ, നിന്റെ അശ്ലീലമല്ല എന്ന് കാണിച്ചത് അച്ഛനൊക്കെ എനിക്ക് പ്രൗഡ് തോന്നി. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ച് ആ ഒരു അച്ഛനല്ലേ ഉള്ളൂ, ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യണതിൽ എത്ര പേരുണ്ടാവും. നീ ഇങ്ങനെ കാണിച്ച എനിക്ക് അടുത്ത് കിട്ടാനുള്ളതാണ് സത്യം. അങ്ങനെ കാണിച്ചാല് എന്റെ അച്ഛന്റെ സുഹൃത്തുക്കളെ വരെ എനിക്കറിയാം. പക്ഷെ എന്താന്നറിയില്ല, എന്റെ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടായിരിക്കാം സത്യങ്ങൾ വിളിച്ചറിഞ്ഞാലും അവള് കല്യാണം. പക്ഷെ ചെയ്തവന്മാര് വന്നു പറയില്ല. ഇല്ല, അവര് ഡീസന്റ് ആയിരിക്കും. എവിടെയും മൂലക്ക് അവരിക്കും. ഓവർ ഡീസൻസി കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. പബ്ലിക്കായിട്ട് മാന്യത കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സുരേഷ് ഗോപി സാറിന് ഇഷ്ടമുള്ളതും ഇപ്പൊ ഭാഷയാണെങ്കിലും ശരി, ഇവരെയൊക്കെ എനിക്ക് എന്റെ സുഹൃത്തുക്കളായിട്ട് എന്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഷൈൻ ഉൾപ്പെടെയുള്ളവര് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയോ, അവരൊക്കെ പബ്ലിക്കലി മാന്യത നട്ടിക്കണില്ല. മുഖംമൂടിയല്ല, അവരെന്താണ് അവർ യൂസ് ചെയ്യുന്നതിലൊക്കെ അവരങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട്. മാന്യത അടിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെ മറ്റുള്ളവർ ഉപദേശിക്കുന്നു, ഒന്നുമില്ല. അവരവരുടെ ജീവിതം നിൽക്കുന്നു, അവരവരുടെ സ്റ്റൈല് കാണിക്കുന്നു. എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് തോന്നും എന്നെപ്പോലെ കുറെ പേരുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രാന്താന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ലഹരിയാണ്, ഇപ്പൊ എന്നെ കണ്ടത് ലഹരിയാന്ന് പറയും. അതേസമയം ഞാൻ ഈ വേഷത്തിലൊക്കെ നടന്നിട്ടും ഞാൻ എടുത്തും സിഗരറ്റ്, പക്ഷെ എൻ്റെ അടുത്തൊന്നും ലൈറ്റ് റോയിക്കുന്ന ആൾക്കാരുണ്ട്. ലൈറ്റ് ഉണ്ടോ? ഞാൻ എന്നെ കണ്ടത് തോന്നുന്നുണ്ട്. കളറൊക്കെ ചെയ്തപ്പോ തൊട്ടപ്പുറത്ത് ചുരിദാറിട്ട് വലിക്കാൻ ഞാൻ പറഞ്ഞേ ആ ചുരിദാറിട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതിൻ്റെ അടുത്ത് പോയി ചോദിക്കും, എന്റെ വേഷം മാത്രമുള്ള ഇങ്ങനെ വലിക്കൊന്നുമില്ല. തുക സ്മോക്ക് ഏരിയ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും. കാരണം എനിക്ക് പറ്റൂല. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരും ഞാൻ ഡ്രൈവ് ചെയ്യും, അതേപോലെ തന്നെ ഞാൻ കുടിക്കില്ല. അപ്പൊ ഇവർക്ക് വണ്ടി ഇപ്പൊ കുടിച്ച് ഫിറ്റായിട്ടുള്ള ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇറങ്ങുള്ളൂ. അത് മാത്രമല്ല ഞാൻ ഉറങ്ങൂല. ഉറക്കം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞോളൂ, ഞങ്ങളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഉറങ്ങാനുള്ള ഒരു ദിവസം ഇന്നതാ. അതിനുള്ള മരുന്ന് ആദ്യം കണ്ടിരിക്കും. ഈ സ്ലീപ്പിംഗ് പിൽസും ഇതൊന്നും അല്ലാണ്ട് ഒരു സ്വപ്നവും ദുസ്വപ്നവും ഞെട്ടലും ഇല്ലാണ്ട് ഉറങ്ങാനുള്ള ഒരു ദിവസം ഏതെങ്കിലും ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ടല്ലേ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത പെൺകുട്ടികൾക്ക് ദാനം കൊടുക്കുക. പിന്നെ മരിച്ചുപോയ പെൺകുട്ടികൾക്ക് എന്തിനാണ് 5 ലക്ഷം? അടുത്ത നിയമമല്ലേ വേണ്ടേ? ഇനി പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. ഈ പറഞ്ഞ ശരീരം വസ്ത്രമാണ് പ്രശ്നം എന്നല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് അത് തോന്നുന്നത്? ഇതൊരു മാനസിക രോഗമാണ്. ഇപ്പൊ എൻ്റെ അയൽവക്കത്ത് ഒരു പ്രായമുള്ള ഒരാളെ ഞാൻ തെറ്റാലെ വെച്ച് അടിച്ചടിച്ച് അയാളുടെ വീട് വരെ ഓടിച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ദൈവമേ പോയി, ഇനി ഇത് അടുത്ത പ്രശ്നം. കാരണം എല്ലാം എൻ്റെ നെഞ്ചത്താണല്ലോ. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കടയിൽ ചെന്നപ്പോൾ അച്ഛന് അയാളെ തല്ലിയില്ലേ, അയാൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. മൂക്കിട്ട് പോയി. ഞാൻ പറഞ്ഞ മൂട് തല്ലിയില്ലേ? ഞാൻ പറഞ്ഞാൽ തല്ലി കൊള്ളാൻ നന്നായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലുള്ള ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫീസറാ സമാധാനം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലുള്ള ചേച്ചിമാരൊക്കെ അതുവരെ ചിരിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് ഭയങ്കര ചിരി. അത് കഴിഞ്ഞിട്ട് ഒരു അങ്കിളുണ്ട് സ്ഥിരമായിട്ട്. അങ്കിൾ വന്നിട്ട് പറഞ്ഞ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, അച്ഛനോട് ചോദിക്കാമെന്ന് വിചാരിച്ചു, മോളോട് ഞാൻ ചോദിക്കട്ടെ. എന്താ മറ്റേ ആളെ തല്ലിയത് മോളാണ്, എൻ്റെ മോളാന്ന് പറഞ്ഞിരിക്കുക ആൾക്കാരൊന്നും. ഞാൻ പറഞ്ഞു ഞാനാണ്. കുഴപ്പമില്ല, ക്രെഡിറ്റിരിക്കട്ടെ. ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് കുറച്ചേരം സംസാരിച്ചപ്പോൾ പറഞ്ഞു അയാൾ വർഷങ്ങളായിട്ട് അവിടെ അങ്ങനെയാണ്. അയാൾ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ചീത്ത പറയുക. പിന്നെ അയാള് ലഹരിയാണ്, കഞ്ചാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിയാണ്, ഭയമാണ് ഇപ്പൊ ലഹരി എല്ലാവർക്കും. കാരണം ഇവരെ തല്ലിയാൽ ഏറ്റില്ല.
ഇവർക്ക് മുറിവുകൾക്ക് വേദനയില്ല. ഇവരെ ഈ സാധനം കയറ്റിക്കുന്ന സമയത്ത് ഇവർക്ക് ഒന്നിനെയും ഭയമില്ല. പിന്നെ ഇവരെങ്ങനെ നടക്കും? ഇവരെങ്ങനെ ഇതിന് ഇതാക്കും? അവരുടെ ദേഹത്ത് കൈ തൊടാണ്ട് തന്നെ ഇപ്പൊ ഞാൻ ലൈവ് ഇടുന്നത് പലപ്പോഴും അവരെ ഞാൻ തല്ലാറില്ല. അവരെ റേസ് ചെയ്ത് നിർത്തിയിട്ട് നിയമം നടപടി എടുക്കേണ്ട ആൾക്കാർ വരുന്നവരെ അവരെ പിടിച്ചു നിർത്താറുള്ള. പക്ഷെ പിന്നീട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അത് തന്നെ തുടരുക, തിരുത്തണില്ല. അവരെ ഞാൻ പബ്ലിക്കിൽ ഇടുന്നത് തന്നെ അവര് എന്താ പറയാ, ഈ ഒരു പേരുമ്പോൾ കുറച്ച് പെൺപിള്ളേരെയും കൂടി കൂട്ടിയിട്ട് പെൺപിള്ളേരെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് ചെയ്യണ്ട, നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾ ചെയ്യും. ഈ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്തത് നിങ്ങളെ കൂടെ. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, മുമ്പൊക്കെ ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ നടക്കുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ അതിന്റെ സൈക്കോളജി മനസ്സിലാക്കിയത് കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ. അന്ന് ആ സൈക്കോളജി ഇല്ല ഞങ്ങൾക്ക്. പക്ഷെ മുതിർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഒരു 5 ആൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കൂടുതൽ, എത്രത്തോളം കൂടുതൽ പെൺകുട്ടിയുണ്ടോ ആ ഗ്യാങ് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. എന്താണെന്നറിയോ, പെൺകുട്ടികൾ എപ്പോഴും മാർക്കറ്റിൽ പ്രൊഡക്റ്റ് കാരണം അവരെ കണ്ടുകൊണ്ടാണ് അടുത്ത ആൾക്കാർ തന്നെ ആ ആൾക്കാരും ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ആങ്ങളുടെ ഫ്രണ്ടാണ്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ആളെപ്പോഴും പറയും, എന്നെ പരിചയപ്പെടുന്ന ആൾക്കാരോടൊക്കെ പറയും, ശ്രീമാൻ എന്ന പേര്. ആളെപ്പോഴും പറയും, ഞാൻ ഇവള് ചെറുതിൽ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വായി നോക്കാം 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരത്തിയാണല്ലോ, വരുമ്പോൾ തന്നെ ഇവള് ഹായ് ബ്രോ എന്നൊരൊറ്റ ഡയലോഗ് പറയും. അതോടുകൂടി എൻ്റെ ചങ്കിലെല്ലാം പടപ്പം നിന്നു. ആങ്ങളെയല്ലേ, ശരി, ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. കുറച്ച് പേര് മാത്രം അത് അംഗീകരിക്കില്ല. പിന്നെ എനിക്കിഷ്ടം തോന്നി ഞാൻ ഇഷ്ടമെന്ന് പറയും, അതിൽ അഡിക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ പറ്റിക്കണമെന്നാണോ പറയണതൊക്കെ ഞാൻ പറയാറുണ്ട്. ഇട്ടൊക്കെ പോണതിന് മുമ്പ് നേരത്തെ പറയാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നോട് ബന്ധം സ്ഥാപിക്കുമ്പോൾ തന്നെ പറയാം, ഇത് സീരിയസ് അല്ല കേട്ടോ, തമാശക്കാ, ഞാനും തമാശക്ക് എടുക്കുള്ളൂ. പിന്നെ പറയാൻ നിൽക്കുന്നത് തമാശ ഇറങ്ങില്ലേടി സീരിയസ് ആണ്, അത്രേ എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ ആ തലച്ചോറിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏത് ബന്ധമാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, ഞാൻ പറയും സത്യസന്ധമായിട്ട് നോണ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഏത് ബന്ധമാണെങ്കിലും ശരി, അനിയന്മാരാണെങ്കിലും ശരി, അനിയത്തിയാണെങ്കിലും ശരി. കാരണം എനിക്ക് നല്ല പണി കിട്ടി പണ്ടറങ്ങിയാളാ, എനിക്കിനി വയ്യ. ഈ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ആണുങ്ങൾ ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആവുകയാണെങ്കിലും ഇച്ചിരി നാള് ആ ഒരു പെങ്കൊച്ചിനെ വളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫേക്ക് അടിക്കും, അല്ലെങ്കിൽ സ്വഭാവം എന്താണോ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഡീസന്റ് ആവുന്നൊക്കെ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അനുഭവം സത്യം ഞാൻ പറയാറുണ്ട്. ഞാൻ എന്നെ ഇത് പറഞ്ഞ ആൾക്കാരോട് പറയും, ഞാൻ പറയും എനിക്ക് വെച്ചടി പോയിട്ട് ഡ്രസ്സ് എടുക്കണം, പൈസ എടുക്കും. എന്നോട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരോട്, അഫയറോട് വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുള്ള കാര്യമാണ്, എനിക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡ്രസ്സ് എടുക്കണം, എനിക്ക് തെറ്റാലി വേണം, എനിക്ക് ചോക്ലേറ്റ് വേണം, ഇതൊക്കെ എനിക്ക് പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിച്ചെന്നാൽ ഞാൻ ഓക്കെ. എനിക്ക് പറഞ്ഞ ചൂണ്ടിക്കാണിക്കുന്ന സാധനം എനിക്ക് കിട്ടിയാൽ മാത്രമാണ് എനിക്ക് നിന്നോട് ഇതാക്കാൻ പറ്റും. കാരണം എന്താ പറയുക, നിനക്ക് വേണ്ടി ഞാൻ മാറണം, നിനക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, നിനക്ക് വേണ്ടി ഫുള്ളായിട്ടും ഇരിക്കണം. ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നീ അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മൂലക്കിടന്ന് കയറണം, എനിക്കത് താല്പര്യമില്ല. നീ പോയി കഴിഞ്ഞാലും എനിക്ക് ഹാപ്പി ആയിരിക്കണം. കാരണം കൊള്ളാം, എനിക്ക് ഇത്ര ലാഭമില്ലെന്ന് എന്റെ മൈൻഡ് അങ്ങനെ ആക്കി കളഞ്ഞു. കാരണം ഒരു ലൈഫ് ചെന്ന് കഴിഞ്ഞാൽ അത്രയും ഉപദ്രവം സഹിച്ച് ഞാൻ ഇറങ്ങിപ്പോന്ന ആളാണ്. 1 ലൈഫല്ല 3 ലൈഫ്. അപ്പൊ ഈ 3 ലൈഫിലും ഞാൻ അനുഭവിച്ചത്തോളം എന്താ പറയാ, ഞാൻ പെൺകുട്ടികൾ ആരെന്തോളം പറയട്ടെ, ഞാനിപ്പോ ഒരു ദിവസം ഹാപ്പി ആയിരുന്നു, ഒരു ദിവസം മതി, നാളത്തേക്ക് ഞാൻ ചിന്തിക്കണില്ല. കാരണം നാളെ ചിലപ്പോൾ ഇടിവെട്ടി പഴയത് ഞാൻ ഒലിച്ചു പോയാൽ തീർന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും, ഇന്നുണ്ടോ, ഇന്ന് എത്രത്തോളം ഹാപ്പി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടോ, ഹസ്ബൻഡും വൈഫും ബോറടിക്കണ്ടോ, കാമും നിങ്ങൾ പബ്ബിലൊക്കെ പോയിട്ട് ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറച്ച് നേരത്തൊക്കെ ആകുന്ന നല്ല ഫ്രണ്ട്സായിട്ട് മാറും. നിങ്ങൾ ബ്രേക്കപ്പ് പോറാം, അത് നിങ്ങൾ നല്ല ഫ്രണ്ട് ആയിട്ടിക്കാട്ടാ എന്ന് പറഞ്ഞു നിന്നിട്ട് അവള് വേറൊരുത്തരോട് ഡാൻസ് ചെയ്തിട്ട് ഇവൻ വേറൊരുത്തര് പരസ്പരം കുശിമുണ്ടാവും നോക്കാം. ഇപ്പൊ ആണിന് പെണ്ണെ വേണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അപ്പൊ തന്നെ അടുത്ത പബ്ബിൽ പോയിട്ട് നല്ല ഡാൻസ് ചെയ്യാം. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഡാൻസ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചോക്കെ, അവന് കുശിമുണ്ടാവും. അവനൊക്കെ പക്ഷെ ഒരു കാര്യം, അവനൊക്കെ അടിപൊളി ആയിരിക്കണം അടുത്ത ആള്, എന്നാ മാത്രമേ ആ കുശിമുണ്ടാവുള്ളൂ. എന്താ പറയാ, അങ്ങനെയുണ്ട്. ഇപ്പൊ പൊതുവെ ഇവിടെ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് മാരേജ് എന്ന് പറഞ്ഞാൽ അത്രയും സേക്രഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാർട്ട്ണറെ പാടും, നമ്മൾ കല്യാണം കഴിച്ച പിന്നെ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന ഇപ്പൊ മലയാളികളുടെ ഇടയിൽ തന്നെ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ മൂവ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ളതാണ്. അപ്പൊ ആ ഒരു ഡെസിഷൻ എങ്ങനെയാണ് എടുത്തത്? അങ്ങനെ ഒരു കലാചാരവും നമ്മുടെ നാട്ടില്
വെച്ചോണ്ടിരിക്കണ്ട. കാരണം വേറൊന്നുമല്ല, അതൊരു തരം എന്താ പറയാ, സ്വയം കൊന്നു ജീവിക്കുക എന്നുള്ളതാണ്. ഈ തീക്ക് ചുറ്റും നടന്ന് ചെയ്യാൻ പറ്റപ്പോ ഒന്ന് സന്തോഷമായിരിക്കില്ല, ലൈഫ് മുഴുവൻ വേസ്റ്റായിട്ട്. ഞാനും അങ്ങനെ ദീർഘ ഇവിടം വരെ നോക്കിട്ടിറന്ന വെച്ച ആളാണ്. പക്ഷെ എന്താണെന്നറിയോ, നമ്മള് ഒരാൾ മാത്രം അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല, അപ്പുറത്തേക്കുന്ന ആൾക്കും അത് തോന്നണം. പിന്നെ ആ ലൈഫ് അത്രയും ഭംഗിയായിരിക്കല്ലേ. ഈ എന്താ പറയാ, എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ച് വീണ്ടും ഇതാക്കി ചോർന്ന് അത് ആ സമയത്ത് വേറെ ആളൊക്കെ ഒന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സീക്രട്ട് ആയിട്ട് വെക്കുന്ന വരും. പിന്നെ അത് കഴിഞ്ഞാൽ വേദോന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ ഉണ്ടാക്കും. പകരം വിട്ടിട്ട് വേറെ എന്തെങ്കിലും ആയിക്കോ. ഒരാള് നിക്കലേ മറ്റൊരാളെ തേടി പോകുന്നത് അത് ഭയങ്കര ബോറിംഗ് പരിപാടിയാ. നിനക്ക് വേണ്ടേ പരസ്പരം ഇരിക്കും അല്ലേ? അല്ല പിന്നെ നിന്റെ മാത്രം ഇരിക്കണമെങ്കിൽ അതിന് ഗ്യാരണ്ടി ഉണ്ടാവാൻ രണ്ടുപേരും. അല്ലാത്ത ആൾക്കാർ പരസ്പരം പിരിഞ്ഞങ്ങടെ പോയിക്കോളാം. അല്ലാണ്ട് അവിടെ കിടന്ന് കടിച്ചു തൂങ്ങി അയ്യോ. നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ കഴിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നരകം വേറൊന്നുമില്ല. കാരണം ആളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ഇല്ലാണ്ടായിരുന്നു. നമ്മളെ മറന്നു പോകുന്ന നമ്മളെന്താന്നുള്ള മറന്നു. റിട്ടേൺ നമ്മളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പണിയും ചെയ്യും. പക്ഷെ അപ്പൊ പുതിയ ആളാവും. ഇങ്ങനെ ഇവരെ അടിച്ചടിച്ച് പുതിയ ആൾക്ക് ഇടുമ്പോൾ എന്നെപ്പോലത്തെ ഒരു കഥാപാത്രം. ഇപ്പോഴും പഴയ കഥാപാത്രം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അത് ആരെങ്കിലൊക്കെ വരുമ്പോൾ വീണ്ടും പുറത്തേക്ക് വരും. പക്ഷെ പിന്നെയും അതിലും മോശമായിട്ടായിരിക്കും അടുത്ത കഥാപാത്രം വരും. ഇപ്പൊ കാളി എന്നുള്ള കഥാപാത്രം ഉണ്ട്, ഇനി അടുത്ത കഥാപാത്രം കാരണം ഇനിയിപ്പോ എന്താ പറയാ, ഇനിയിപ്പോ എത്ര നാളുണ്ടെന്നോ ആയുസുണ്ടെന്നോ ഒന്നും അറിയാൻ പാടില്ല. അതിപ്പോ ആർക്കും അറിയാൻ പാടില്ല. ഇപ്പോ എന്നെക്കാളും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും എന്താ പറയാ, ഒരു മഴ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി എന്തൊക്കെ വന്നെന്ന് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ സുനാമി വേറെ രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരും മുൻപ് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, പക്ഷെ അതൊക്കെ തന്നെ നടക്കണമെന്നില്ല. കടലും ഇതും എല്ലാം കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പോ എന്തായാലും എനിക്കൊരപ്പാ. കാരണം ഞാൻ സുനാമി കണ്ടിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നിടത്തേക്ക് ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല. വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വീട്ടിലവരെ വന്നു. ഞാൻ മാത്രം ഇങ്ങനെ കടലാസിലത് വെള്ളത്തിൽ കളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ചാവയുടെ സമയം എനിക്കറിയാം ചാവെന്നുള്ളത്. ഞാനൊരു എന്താ പറയാ, വർഷം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ഇങ്ങനെ മരിക്കണെന്നുള്ളത് പറഞ്ഞിട്ടുള്ള. ബൈക്ക് ഓടിച്ചിട്ടില്ല ഞാൻ. ആ സമയത്ത് ബൈക്ക് പോലും ഓടിക്കാത്ത സമയത്ത് എന്റെ പറഞ്ഞ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ആളാ. അത് കഴിഞ്ഞ് ഞാനെങ്ങനെ പറന്നാവാ എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫൈറ്റ് മാസ്റ്റർ ആവുന്ന ഒന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര വേൾഡ് ഫേമസ് ആണ്. എന്നിട്ട് ഞാൻ ചാവുള്ളൂ. അപ്പോഴത്തേക്കും ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫൈറ്റ് മാസ്റ്റർ ആയപ്പോൾ ഞാൻ അപ്പഴോട് ഞാൻ ഈ കുറച്ച് ഫോർച്യൂൺ ടെല്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ? അയ്യോ, ഞാൻ എന്റെ കാര്യങ്ങൾ മിക്കത് പ്രഡിക്റ്റ് ചെയ്യോ. ഞാൻ പറയുന്നുണ്ട്. എന്റെ ഇതിന്റെ അടി കമന്റ് കൊടുക്കുന്ന ആൾക്കാർ എന്നെ ഈ പറഞ്ഞു കേട്ടുള്ള ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങിപ്പോ ഈ വീഡിയോ കൂടിയാ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു എന്താ പറയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് ഫുള്ള് അറിയും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വേൾഡിൽ എവിടെ ചെന്നാലും, ഞാൻ ഈ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടില്ല, കേരളം മുഴുവൻ കണ്ടിട്ടില്ല, വളരെ ചുരുക്കം സ്ഥലങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ഈ വേൾഡിലുള്ള എല്ലാവരും അല്ല എന്നാലും വേൾഡിലുള്ള എല്ലാ മൂലക്കിരിക്കുന്ന ആൾക്കാർ, എന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും ഏതെങ്കിലും രീതിയിൽ. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ കണ്ട സ്വപ്നതാണ്. ഇങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് നടക്കട്ടെ എന്ന് പോലും പറയാൻ പറ്റില്ല. മരിക്കണേ ഇല്ല, പറയാം. എന്താണെന്നറിയോ, അതിനർത്ഥം ഇപ്പോ ഒന്ന് ചിന്തിക്കുക. ഞാൻ വൈപ്പിങ്കരയാണ്. ആദ്യം ജനിച്ചത് മട്ടാഞ്ചേരിയിൽ, വളർന്നത് ഫോർട്ട് കൊച്ചി പാണ്ടിക്കോളനിയിൽ. നമ്മുടെ നിവിൻ അവനൊക്കെ നമ്മുടെ അയൽവാസികളായിരുന്നു. നമ്മുടെ മട്ടാഞ്ചേരി മാറ്റി. അവൻ ഈ കൊല്ലത്തിലാവണതിന് മുമ്പ് നല്ല ലുക്കിലുള്ളപ്പോൾ അറിയുന്ന ആളാണ്. ഞങ്ങൾ നസ്രത്ത് പള്ളി കിടന്ന് പെരുന്നാളിൽ സമൂസ പാർക്കിന്റെ ഇവിടെ കിടന്ന് തുള്ളണ ആൾക്കാരാണ്. വൈകുന്നേരം ഇത്ര ടൈം ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോകും എന്ന് പറഞ്ഞു സമയത്ത് വീട്ടിൽ പോടി എന്ന് പറഞ്ഞ് ഓടിച്ചു കിടന്നാണ്. അവൻ ഈ കൊല്ലത്തിൽ കാണുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. കാരണം അത്രയും ഇതിൽ നടന്നു വെച്ചൊരു പയ്യൻ, നമ്മുടെ കൂടപ്പുറപ്പ്. അല്ലെങ്കിൽ ഇപ്പോഴും അത് അവനാ ഈ പോലീസുകാർ വരുമ്പോഴും അവൻ മാറ്റില്ലല്ലോ. പക്ഷെ ഞാനാ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവനാ സാധനം എടുത്ത് കളയും. കാരണം എനിക്കത് പറ്റില്ല എന്നുള്ളത് അവനറിയാം. അത് ആ നിൽക്കുന്ന ക്യൂസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ചിന്തിക്കും
ഇത്രയും ആൾക്കാർ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, നിലത്തിടാത്തവൻ കാളി വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് നിലത്തിടുന്നു എന്നുള്ളത് ചിന്തിക്കുക. കാരണം അവന് തിരിച്ചറിവുണ്ട്. എത്ര ബോധമില്ലാത്തവനാണ് എന്താന്ന് പറഞ്ഞാൽ പോലും അവന് തിരിച്ചറിയാം, അവളെന്റെ കൂടപ്പിറപ്പാണ്, അവളെന്റെ ഫ്രണ്ടാണ്, അവളെ ഞാൻ ചെറുതിലെ മുതൽ കാണുന്നവനാണ്, അവൾ എത്രത്തോളം ബഹുമാനിക്കണം, മര്യാദ കൊടുക്കണം എന്നുള്ളത് ആ ബോധമില്ലായ്മയിലും ആ ബോധം അവനുണ്ട്. അപ്പോ എനിക്കറിയാം എന്നെ റെസ്പെക്ട് ചെയ്യണം ആരൊക്കെയാണ്, എന്തൊക്കെയാണ്. എന്നെ അവർ റെസ്പെക്ട് ചെയ്താൽ മതി. കാരണം അവർക്ക് എന്നെ അറിയാം. അറിയാൻ പാടാത്ത ആൾക്കാർ എന്ത് പറയാം, അവരെന്റെ ചീത്ത പറഞ്ഞു. എന്റെ കമന്റ് ബോക്സിൽ നീ കോളനി വേണം അങ്ങനെയൊക്കെ. ഞാൻ കോളനിയാണ്. ഞാൻ പറട്ടെ, കോളനിയിൽ ജനിച്ച ഞാൻ ഇവിടം വരെ എത്താമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ കിടക്കുന്ന കൊട്ടാരത്തിൽ ജീവിച്ച ആൾക്കാർ എന്ത് ക്വാളിറ്റിയാണ് അല്ലേ? കോളനി വളർന്ന ഞങ്ങളെല്ലാവരും, നിവിനാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, കോളനി വളർന്ന സമ്മതിച്ചു. ഞങ്ങളെല്ലാം പറഞ്ഞില്ല. നസ്രത്ത് പാണ്ടിക്കോളനി എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്ന സ്ഥലമാണ്. ഇപ്പോഴും അവിടെ അതേ അവസ്ഥ തന്നെയാണ്. ഞാനൊരു അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ്, എന്താ പറയാ, എനിക്ക് പഴയ പോലെ ഇരിക്കുന്നൊരു ഇത് വേണം. എന്താ പറയാ, ഞാൻ വളർന്ന അങ്കിൾമാരൊക്കെ ഉണ്ട്, മീൻകൊട്ടക്കാത്തിരുന്ന് കൊണ്ടുപോണ അച്ചാച്ചനൊക്കെ ഉണ്ട്, പില്ലക്സിച്ച് ഉണ്ട്. അവർക്കൊക്കെ നല്ലൊരു സ്പേസ്, ബാത്റൂമുള്ള, എന്താ പറയാ, ചോരാത്ത ഒരു കോളനി ഉണ്ടാക്കണം അവിടെ. എല്ലാവരും പൈസ ഉള്ളവരും ഗതി പിടിച്ചവരൊക്കെ അല്ല, അവിടെ എപ്പോഴും അതില്ലാത്ത കുറച്ച് ഫാമിലി ഉണ്ട്. അവർക്കൊക്കെ ഒരു, എന്താ പറയാ, ഞാനിപ്പോൾ ചെന്നാലും എനിക്ക് ഫുഡ് ധൈര്യത്തോടെ കുനിയാൻ ഇങ്ങനെ ഇരുണ്ട റൂമിലോട്ട് കയറാണ്ട് ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പം അവർക്ക് ഞാനും അത്, എന്താ പറയുക, എനിക്ക് അങ്ങാടി ഇപ്പം ചെല്ലാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അടുത്ത് എത്തിയിട്ടില്ല, ഫേമസ് ആയി. പക്ഷെ ഞാൻ, എന്താ പറയുക, കുറേ പണം ഉണ്ടാക്കിയിട്ട് ആ കോളി മൊത്തത്തിൽ, എന്താ പറയുക, ഞാൻ കുഞ്ഞിലെ എങ്ങനെയാണോ ഓടിക്കളച്ചത് അതേപോലെ ദാരിദ്ര്യം പിടിച്ചൊരു ഇതില്ലാണ്ട്, ദാരിദ്ര്യം ഉണ്ടോ അവിടെ, പക്ഷെ ഹാപ്പി അവിടെ ഉണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മുറ്റത്തിരുന്ന് ചായ കുടിക്കുക, എല്ലാവരും വീട്ടിലെ സ്നാക്സ് കൊണ്ടുവരിക, ഞങ്ങൾ കുട്ടികളെ കൂടി കളിക്കുക, ചേട്ടന്മാരെ കൂടി അവിടെ കളിക്കുക, കുറെ പേര് കഥ പറയുക. അവിടെ ലഹരി എന്ന് പറഞ്ഞ സാധനമില്ല, ആർഭാടവും ഇല്ല, അഹങ്കാരം ഇല്ല, ജാതി ഇല്ല. ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ ഒരു ജാതി. ഒരു ചോനോ ഇഴവനോ അല്ലെങ്കിൽ പലയനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും, ഞങ്ങൾ പാണ്ഡ്യോ ഒന്നും കണ്ടിട്ടില്ല. അവിടെ ഒരു സ്വർഗം തന്നെയായിരുന്നു. നമ്മുടെ വയറ്റിലൊക്കെ രൂപം വന്ന പള്ളിയുടെ ബാക്കിലുള്ള കോളനി. ക്രിസ്മസ്, ന്യൂ ഇയർ, എല്ലാം ഒന്നിച്ച് ഒരു രക്ഷയില്ലാത്തൊരു ലോകം. അവിടെ നിന്ന് അങ്ങോട്ട് വൈപ്പിങ്ങര വന്നപ്പോൾ അവിടെ, എന്താ പറയാ, ജാതി കണ്ടു, മതം കണ്ടു, പെണ്ണിന്റെ ശരീരം കണ്ടു, സെക്സ് കണ്ടു, അങ്ങനെ വൃത്തിയുടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ അവിടെ കണ്ടു. സ്ഥലങ്ങൾ കുറെ പേര് പറഞ്ഞ് വൈപ്പിങ്ങനെ നാട്ടിക്കുന്നു. നിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ കണ്ടത്. മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, അവർക്ക് സ്വർഗ്ഗം. പക്ഷെ എനിക്കതൊരു നരകമായിരുന്നു. എന്നെ വേദനിപ്പിച്ചിരുന്നാറാ. എൻ്റെ ബാല്യം നശിപ്പിച്ചു, എൻ്റെ ദീനേജ് നശിപ്പിച്ചു, എൻ്റെ വിദ്യാഭ്യാസം. എനിക്ക് അറിവില്ല, ബുദ്ധിയില്ല എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. ഞാൻ പറയാം, പക്ഷെ മറ്റൊരാൾ, എന്താ പറയാ, ഞാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്നോ അല്ലെങ്കിൽ കഴുതയാണെന്നോ ഒരാൾക്കും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല തെണ്ടേടും, ഏതൊരു ധൈര്യം, എന്താ പറയാ, ഫ്ലോറിൽ കയറി ബോൾ എടുക്കാനും അവിടെ നിന്ന് ഒരു മടിയിലായിട്ട് ഞാൻ ചാടുന്ന ഒരാളാണ്. പക്ഷെ സൈക്കിളാണെങ്കിൽ ആൺകുട്ടികൾ കയറാൻ പാടുള്ള പെൺകുട്ടികൾ. ആ സ്ഥലത്ത് മാക്ക് സൈക്കിൾ കൊണ്ടുവന്നിട്ട് മറ്റുള്ള സൈക്കിളൊക്കെ ചവിട്ടി താഴ്ത്തിട്ടിട്ട് എൻ്റെ സൈക്കിൾ മാത്രം, ഇതാണ് ആണുങ്ങളിൽ പുലി, ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ മറ്റുള്ള സൈക്കിൾ കൊണ്ടാകുന്ന പറഞ്ഞ് ചവിട്ടി പൊത്തിട്ടാളാണ് ഞാൻ ചെന്നോടം തന്നെ. അപ്പോൾ അങ്ങനെ കുറെ. അത് മാത്രമല്ല, ഏത് സ്കൂളാണോ എന്നെ പുറത്താക്കിയത് അതേ സ്കൂളിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് ജസ്റ്റ് വെറുതെ എൻ്റെ മക്കൾക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഒരു പ്രോഗ്രാം നടന്നു. എൻ്റെ ടീച്ചർമാർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചർമാരെല്ലാം പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ടീച്ചർമാരുണ്ട്. സാറുണ്ടായിരുന്നു, സാർ മരിച്ചു. അപ്പോൾ ആ 2 ടീച്ചർമാര് അവിടെ നിൽക്കുമ്പോൾ ഞാൻ കയറിച്ചല്ലാണ്. 2 കൂടി എന്നെ സ്റ്റേജിൽ കയറ്റി. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാനൊക്കെ ഇവിടുത്തെ ഒരു താന്തോന്നിയാണ്, അതുകൊണ്ട് ഞാനിവിടെ എത്തി. കാരണം എൻ്റെ ധൈര്യം അത് ചോർന്നില്ല. ഒരിടത്തും പിടിച്ച് കയറും. ഞാൻ പറയാറുണ്ട്, വീണോ അവിടെ തന്നെ കിടക്കല്ലേ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, വീണു മുറിഞ്ഞു, മറ്റുള്ളവർ നോക്കണം, അത് വീണു, വേണ്ട. ഞാൻ നടുറോട്ടി വീണാലും ഞാൻ ചിരിച്ചോണ്ടിരിക്കും. കാരണം ഇവർ ചിരിക്കേക്കാളും കൂടുതലും എനിക്ക് ചിരിക്കണം. അങ്ങനെ ഇപ്പൊ എന്നെ കണ്ടു ചിരിക്കണം. ലുല്ലു മഴ വീട്ടുണ്ട് ഞാൻ. എനിക്ക് ഹീലുള്ള ബൂട്ട് വേണമെന്ന് പറഞ്ഞ് ഞാൻ എത്തുന്നത് ആദ്യം ഇഷ്ടപ്പെട്ടക്കും എക്സലേറ്ററിൽ കയറി താഴത്തെ എത്രയും രൂപ ഈ സാധനം പറഞ്ഞ താഴത്തോട്ട് പോയപ്പോ അന്ന് ലുലുമാള ഓപ്പണിങ് കുറെ പിള്ളേർക്ക് ലുലുമാൾ കാണാൻ വേണ്ടി കയറി വന്നിരിക്കാം. ഞാൻ ഈ പിള്ളേരുടെ മുമ്പിലോട്ടൊക്കെ കയറിച്ചത് എല്ലാവരും ചിരിക്കല്ല. ഞാൻ അപ്പൊ തന്നെ നിലത്തടിച്ച് കടക്കാരാ.
അച്ഛല്ലേ ഈ റോളർ ഷൂ അല്ല എനിക്ക് തന്നേന്ന് പറഞ്ഞ് ഞാൻ അവിടെ കളിച്ചിരിക്കുകയായിരുന്നു. കാരണം വീണ ചിരിച്ചോളാം, അവർ ചിരിക്കാനേക്കാൾ കൂടുതൽ നമ്മൾ ചിരിച്ചോളാം. അപ്പൊ അച്ഛമ്മല് മാറും. അതെ, അപ്പൊ അവർക്ക് പറയാനുള്ളൊരു അവസരം അല്ല, ചിരിക്കാനൊരു അവസരം കൊടുത്തില്ല. നമ്മൾ ആയുസ് കൂട്ടിയിരിക്കുക. അപ്പൊ പിന്നെ എന്തോ ചിരിക്കാനുള്ള അവസരം എവിടെ കൊടുത്താലും അവർ നമുക്ക് താങ്ക്സ് പറയണം. കാരണം നമ്മൾ ഒരു ദിവസത്തെ ആയുസ് അവർ കൂട്ടി. അപ്പൊ പിന്നെ അത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ ഇപ്പൊ ഈ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇപ്പൊ ഒരു കുട്ടി പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡില് മിക്ക കുട്ടികൾക്കും തുറന്നു പറയാൻ പേടിയാണ്, അവർക്ക് അനുഭവിച്ച കാര്യങ്ങളെല്ലാം. അപ്പൊ ഇനിയിപ്പോ തുറന്നു പറയുന്ന ആൾക്കാരാണെങ്കിലും ഇതിന് തെളിവ് എവിടെ, അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന സത്യമാണോ, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ക്രിറ്റിസൈസ് കേൾക്കാം. അപ്പൊ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ എന്ത് തോന്നുന്നു ഈ ഒരു കാര്യത്തില്? ഞാൻ എന്താ പറയാ, ഇത്രയും പേര് എന്നെ യൂസ് ചെയ്തു പറഞ്ഞാണ് എനിക്ക് എൻ്റെ 15ാമത്തെ വയസ്സിൽ സ്പ്രെഡ് ആവണേ. അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ശിക്ഷിച്ചിട്ട് അത് വലിയൊരു ട്രോമയായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രോമയും കൂടി തന്നെ. പിന്നെ ഈ ബാല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയപ്പെടുത്തുന്ന സാധനം. ആ സമയത്ത് കിട്ടുന്ന ഭയം മരിക്കുന്നവരും പോവില്ല. നമ്മളെ അത് പറയാൻ മടി എന്താണെന്നറിയോ, എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ചെയ്യലുണ്ട്. അത് പിന്നെ അങ്ങോട്ട് മാലമാലയായിട്ട് പല സ്ഥലത്തെത്തിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ എന്തൊക്കെ ചേട്ടാ എനിക്ക് വീട്ടിലെ വാദിക്കൊണ്ടിരിക്കണമെന്ന് അറിയോ? ഈ കൂട്ടം പട്ടിക്കൂട്ടങ്ങളാ, മനസ്സിലായില്ലേ? ഒരു പെണ്ണായനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്തകളെ പട്ടിക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. അമ്മാതിരി പട്ടിക്കൂട്ടങ്ങളുടെ ഇടയിലാണ് ഞാൻ പെട്ടത്. എൻ്റെ ബാല്യമോ പ്രായമൊന്നും അല്ല. പിന്നെ ഞാൻ കുഴിമാടത്തിൽ പോയി തുടങ്ങി. എനിക്ക് വട്ടം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഈ കുഴിമാടത്തിൽ ശ്മശാനം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. കാരണം ഞാൻ രക്ഷപ്പെട്ടത് അവിടെയാ. എന്നെ അവരുടെ കയ്യിൽ പെടുത്താണ്ട് പോയത് കുഴിമാടത്തിൽ. ഞാൻ ശ്മശാനത്തിൽ കയറി ചാടിയേണ്ടി വരില്ല. ഞാൻ 2 മണിക്കൂർ അവിടെ ആയിരുന്നു. അത് കണ്ടാണ് എന്നെ പിടിച്ചിട്ട് ഇവര് പോണേ. അവര് അതിന്റെ ബാധിക്കിടുമ്പോ പക്ഷെ ഞാൻ ശ്മശാനത്തിൽ കിടന്നെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ജിമ്മിലായിരുന്നു. 15 പേരെ എന്നെ യൂസ് ചെയ്തു എന്ന് പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്, ഇവരൊക്കെ ഒരവസ്ഥയും വേദനയും വെച്ചിട്ട് നിൽക്കുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു റിവഞ്ച്. അതായത് വീൽ ചെയറിൽ നിൽക്കുന്നവൻ്റെ വീടിൻ്റെ വാതിക്കൽ പോയിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞാൽ കുറേ നേരം നിന്ന് ആൾക്കാരെ വന്ന് ചോദിക്കും എന്താ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവൻ ചെറുതിലൊരു പെണ്ണ് ബ്ലേഡ് കൊണ്ട് വെട്ടിയില്ലേ, ആ സമയത്ത് എന്നെ കൈകാലം കെട്ടിട്ട് എന്നെ ചവിട്ടിയവൻ അവനാണെന്നും പറഞ്ഞിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ്റെ ഒരു ഇതും ഈ നാട്ടുകാരുടെ ഇതും കാണുമ്പോഴേക്കില്ലേ ഒരു കുളിർമ വരും. പിന്നെ ബൈക്കൊക്കെ ഓടിക്കാൻ തുടങ്ങുമ്പോൾ ഇവരൊക്കെ വാച്ച് ചെയ്ത് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു സൈക്കനെ പോലെ റിവഞ്ച് എന്ന് പറഞ്ഞത് ഇവരൊക്കെ എനിക്ക് വിടാൻ പറ്റില്ല. ഇവരുടെ മുമ്പിൽ പിന്നെയും ഞാൻ ചിരിച്ചു ചെന്നിട്ടുണ്ട്. ഇവർക്കൊക്കെ വേദനയും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ചിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ റിവഞ്ച്. ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലേഡ് കൊണ്ട് വെട്ടിയിട്ട് കട്ടിനടിയിൽ ഒളിച്ചിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കൊന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തിയായിട്ട് വന്നെന്ന് വെച്ചാൽ വാക്കത്തിയായിട്ടൊക്കെ വന്നെന്ന് വെച്ചാൽ ടീമിലൊരുത്തനെ ഫ്രണ്ടിൽ കാണുന്ന ഒരു താടി മാത്രം എനിക്കറിയാവുന്നു. വൈറ്റ് കളറിലെ ഷർട്ട്, വൈറ്റ് കളർ. നീ എൻ്റെ അനിയനെ അല്ലടി കത്തിയെ, നിന്നെ ഞാൻ ജീവനോട് വെക്കില്ല, നീ ഇത്രയും പേരെ കൂടെ കിടന്നിട്ട് എത്താമെന്നും പറഞ്ഞിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി വന്നവൻ്റെ ഫേസ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവനെ എപ്പോഴും ചോദിക്കും ആ ഫ്രണ്ടിൽ വെച്ചാൽ ആരായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളെ എനിക്കറിയില്ല. ഞാൻ വാതിലടിച്ചിട്ട് മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കണേ, ഭിത്തി മരത്തിൻ്റെ ഭിത്തിയാണ്. അവിടെ നിന്ന് ഞാൻ കാട്ടിലേക്ക് ഓടണേ. അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഞാൻ അയാളുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷെ അത് പറയണത് തൂച്ചത്തു. ഞാൻ പറഞ്ഞു ഞാൻ കാണാണ്ട് എങ്ങനെ അയാൾ തൂച്ചാവും. അതൊരു വൈരാഗ്യ ബുദ്ധിയാണ്. അതെങ്ങനെ അയാളുടെ ഫേസ് ഞാൻ കണ്ടില്ലല്ലോ. എന്നെ കൊല്ലാന്ന് പറഞ്ഞ വെച്ചാൽ ഞാൻ ചത്തോ, നേരത്തെ ചത്തോ എന്നൊക്കെയുള്ളൊരു മൈൻഡാണ്. പിന്നെ ഒരാളെ നോക്കിയപ്പോൾ ജയിലിലാണ് മനുഷ്യക്കിടത്തിന്. നേരത്തെ അവനും ഞാൻ കാണാനുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഒരുത്തര ഇതിട്ടു. അവൻ വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ കൊല്ലുന്നു. ഞാൻ പറഞ്ഞു നീ ഒരു പ്രാവശ്യം കൊന്നതിന് എനിക്ക് മറന്നപ്പെടുന്ന കൊല്ലുക വാറാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ഖത്തറിലും കടത്തി പറഞ്ഞു. അയാൾ ചെറു പൊന്നു കാലിൽ എന്ന് എന്നെ തന്നെയാ പൊന്നു തന്നെയാ ക്ഷമിക്കുക, എൻ്റെ അന്നത്തെ പ്രാക്ടീസ് ചെയ്തു പോയതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അന്നത്തെ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എൻ്റെ പ്രായം പോയില്ലേ, എനിക്കത് റിട്ടേൺ തരാൻ പറ്റില്ല അല്ലേ? ഞാൻ അതാ ചോദിക്കണേ. എനിക്ക് റിട്ടേൺ 10 വയസ്സ് വേണം. ഇല്ലെങ്കിൽ നീയൊക്കെ ചാവാൻ പാടില്ല. കാരണം എനിക്ക് നിങ്ങളൊന്നും മരിക്കണം ഇഷ്ടമല്ല. പച്ചക്ക് പറയാ, എനിക്ക് എൻ്റെ ജീവൻ നശിപ്പിച്ച വൈറ്റിങ്ങരെല്ലാം നാട്ടുകാരുടെ മരണം ഈസി ആയിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. അവർ കിടന്ന് പുഴുത്ത് നശിച്ച് വെള്ളം ഇറങ്ങാണ്ട് തൊണ്ട വറ്റി എന്തൊക്കെ അനാവശ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, തൊണ്ടയിൽ കൂടി പുഴുവരിച്ച്
വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട്, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാണ്ട്, ട്യൂബിൻ്റെ അകത്തൊരു പുഴു വന്ന് എന്താ പറയാ, നരങ്ങിച്ച് ചാവാം. എല്ലാ പെൺകുട്ടികളും, ഇങ്ങനെയുള്ള പെൺകുട്ടികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരെ മിസ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ നശിച്ച തെണ്ടികളും ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട്, വിരലുകൾ പോലും അനക്കാൻ പറ്റാണ്ട്, നട്ടല് പോലും നിവർത്താൻ പറ്റാണ്ട്, നിവർന്നിരിക്കാൻ പറ്റാണ്ട്, ഓരോ ഞരമ്പും ചതഞ്ഞ് അതിൻ്റെ അകത്തൊരു പുഴു അരിച്ച് സാപരിക്കണേ നാലും കുഴപ്പമില്ല. എനിക്കത് കാണണം. ഒരുത്തൻ വീൽ ചെയറിലിട്ടുണ്ട് വയ്യാന്നും പറഞ്ഞു, കിഡ്നി കരളൊക്കെ അടിച്ചു പോയി. അവൻ ചവിട്ട് അവന്റെ ഭാരം കൊണ്ടുള്ള ടേക്കർ എനിക്കാം. അന്ന് അവിടെ നിന്ന് ബ്ലഡ് വന്നിട്ട് ആ ബ്ലഡ് കണ്ടിട്ട് നാട്ടുകാർ മൂത്തവൻ എന്നെ പീഡിപ്പിച്ചു. ഞാൻ നശിച്ചു. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കിട്ടൊരു പേരുണ്ട്, 10 പേര് 15 പേര് യൂസ് ചെയ്ത പേരുണ്ട്. അന്ന് ഇത്രയും നടന്നിട്ട് എന്തുകൊണ്ടും നിയമ നടപടി ഉണ്ടായില്ല. ഇത്രയും നാട്ടുകാർ വന്നു, എൻ്റെ മാരേജ് ലൈഫിൽ വരെ വന്നു. എന്തുകൊണ്ട് ഒരു 15 വയസ്സ് ഉള്ള പെൺകുട്ടിയെ ഇത്രയും പേരോട് നാട് മൊത്തം ഓടിച്ചിട്ട് രാത്രി മുഴുവൻ കാണാണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു പോലീസ് ചെന്നിട്ടില്ല? ഞാൻ പുറത്തിറങ്ങിയതാണോ, ഈ വഴി കൂടെ പോകാൻ പാടില്ല, ഈ വഴി കൂടെ പോകാൻ പാടില്ല, പിന്നെ ഞാൻ ഏത് വഴി കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാ? അതാണ് ഞാൻ ചെയ്തിട്ട്. വലിയ ഫാമിലി, അവിടെ ഒരുപാടുള്ള ഫാമിലി, അവരുടെ പേര് പോലും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്കെതിരെ കേസ് വരില്ല, വന്നിട്ടുണ്ട്. ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഡിഫമേഷൻ ആന്ന് പറഞ്ഞിട്ട്. അയ്യോ, അവർക്ക് ആ പയ്യൻ, ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ, ബാങ്കിലെ പ്യൂ, സഹകരണ ബാങ്കിലെ, അവനിപ്പോ എന്താണെന്നറിയോ, പോലീസാ. അവൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്നപ്പോ ഞാൻ നേർക്ക് നേരെ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിന്നെ ഞാൻ തല്ലിയ ഈ സ്റ്റേഡിയത്തിൽ ഒറ്റൊരുത്തരും ചോദിക്കില്ല, കൂടെ തല്ലാൻ ആൾക്കാർ വരുള്ളൂ, ലാസ്റ്റേ ചോദിക്കുള്ളൂ. പിന്നെ ഇതാണ് ആളെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി തല്ലു വീഴും. ഞാൻ തല്ലുകയും ചെയ്യും. ഞാനൊക്കെ പോലീസ് നല്ല ഒരു നിയമവും നിനക്കൊപ്പം നിൽക്കില്ല. കാരണം മീഡിയക്കകത്ത് ഞാൻ മനഃപൂർവ്വം വൈറലാകാൻ വേണ്ടി നോക്കിയതാണ്. കാരണം എനിക്ക് എത്തിക്കേണ്ടത് സ്ഥലത്ത് എത്തിക്കണം. എനിക്കൊരു നിയമം വേണം. ഇങ്ങനെയുള്ള കുട്ടികളെ ആർമി ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ആയോധനകലയും, കാരണം ഒന്നും പഠിക്കാത്ത ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇവിടം വരെ എത്താൻ. ആ കുഞ്ഞുങ്ങൾക്ക് ഇനി വേദന എന്ന് പറഞ്ഞൊന്നുമില്ല, ഉറക്കില്ല. ഈ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് വെച്ചാൽ അത്രയും കണ്ടമായിട്ടുള്ള ട്രെയിനിങ് അതൊക്കെ അവർ കൊടുക്കും. അങ്ങനെയുള്ള പെൺകുട്ടികൾ എന്നെപ്പോലെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, അറിവ് വേണം, ആയോധനകല പഠിപ്പിക്കണം, ഡാൻസ്, അവർക്ക് എന്താ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾ എത്തിച്ചേ പറ്റുള്ളൂ. കാരണം ഈ സമൂഹം അവർക്ക് വേറൊരു പേര് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചേ പറ്റുള്ളൂ. ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെ ഇന്ന ടീമൊന്ന് എടുത്ത് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പെൺകുട്ടികൾ. അതേസമയം ആ പെൺകുട്ടികൾ വീണ്ടും അതിലേക്ക് തന്നെ ഇടുന്ന പറഞ്ഞാൽ പെൺകുട്ടികൾ എങ്ങനെ പറയും? മെന്റൽ ട്രോമയാണ് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പറയോ? താൻ പറയോ? ഇല്ല, പേടിയായിരിക്കും. പറഞ്ഞ് ഇതെല്ലാം സംഭവിക്കാന്നുള്ളത്. അതേസമയം ഒരു പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി മാറ്റി, പേരും അഡ്രസ്സും എല്ലാം പാരന്റ്സിനെ പോലും വേണ്ട മാറ്റിയിട്ട് ഇതേപോലെ ഒരു ഇത് റെഡിയാക്കി ഒരു അക്കാദമി തുടങ്ങി ആ പെൺകുട്ടികൾക്ക് അവിടെ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സോൾജർ ഉണ്ടാവും, ഏറ്റവും നല്ല ഡോക്ടർ ഉണ്ടാവും, ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാവും, ഏറ്റവും നല്ല വക്കീലുണ്ടാവും. ഈ ഒരു ടീമിനെ മാത്രം ഇങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് റെഡിയാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ പോലുള്ള പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ പറയാം. ഇപ്പൊ എനിക്ക് പിന്നാലെ വന്ന് പറയുന്ന പിള്ളേർക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുക. സിനിമയിൽ നിന്ന് ഒഴിവാക്കണോ, എന്താ പറയാ, തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് നോ എന്ന് പറയേണ്ടത് ഞാൻ നോ പറഞ്ഞു. എനിക്ക് അവസരങ്ങളില്ല, വേണ്ട, കാല് പിടിക്കാൻ പോകില്ല, ഞാൻ തയ്യാറാണ്, എനിക്കിഷ്ടമുള്ളവരൂടെ തയ്യാറാണ്. സിനിമയ്ക്ക് ചാൻസിന് വേണ്ടി ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് ഹേമ കമ്മിറ്റി വേണ്ട, എനിക്ക് നീതി എനിക്ക് തന്നെ മതി. മറ്റൊരാൾ വഴി എനിക്ക് നീതി വേണ്ട, കിട്ടില്ല. കിട്ടോ? ഇല്ല. കുറച്ച് വിവാദം ഉണ്ടാക്കാൻ പറ്റി, അന്ന് തന്നെ നോ പറഞ്ഞാൽ പോലെ. എനിക്ക് നിങ്ങളോട് കിടക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു കുറച്ച് ദൂരം നടന്ന് നിങ്ങളോട്ട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ റൊമാൻറ്റിക് ആവാം. ഇത് അവസരത്തിന് വേണ്ടി ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുമ്പില് കിടക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരിതില്ല. ഞാൻ പറയാറുണ്ട്, എനിക്കൊരാളോട് ഇഷ്ടം തോന്നുമെങ്കിൽ അയാൾക്ക് എന്നോട് റെസ്പെക്ട് വേണം. എൻ്റെ വേഷത്തിനോ മാറ്റാനോ അല്ലെങ്കിൽ എൻ്റെ രൂപം മാറ്റാനോ പറയരുത്. എൻ്റെ കുട്ടിക്കളിയും എൻ്റെ മണ്ടത്തരവും പബ്ലിക്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന വിധവും എൻ്റെ കൂടെ ചേർന്ന് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം. അല്ലാത്ത ഒരാളോട് എനിക്ക് തോന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വാശി കാണിക്കും, എനിക്കിത് വേണം അത് വേണം, എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കണം. അങ്ങനെ ഒരാളായിക്കോട്ടെ, കുഴപ്പമില്ല, പോയിക്കും. പബ്ലിക് വരേണ്ട ഒന്നും വേണ്ട, റെസ്പെക്ട് വേണ്ട ഒന്നും വേണ്ട. ഇത് രണ്ടില് ഒന്നുമില്ല. ശരീരത്തിൽ കിടക്കണം, അവസരം തരാം, വേണ്ട.
അതിന് നല്ലത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഗ്ലാമർ വേഷം ചെയ്താൽ പോരെ, ഐറ്റം ചെയ്തൊക്കെ ചെയ്താൽ പോരെ. എനിക്ക് കുഴപ്പമൊന്നും, ഞാൻ ചെയ്യും, അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. മുമ്പൊക്കെ ഇരിക്കണ്ടായിരുന്നു, അയ്യോ അത് കാണിക്കാൻ പാടില്ല, ഇത് കാണിക്കാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എന്ത് പേരാണെങ്കിലും കിട്ടണം. പിന്നെ എനിക്ക് ആരെ ബോധിപ്പിക്കാനാ, ഞാനിപ്പോ എൻജോയ് ചെയ്യണം. നല്ല മനസ്സറിഞ്ഞ് ആരെന്ത് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം ഇടും, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്പ്പിച്ച് ഞാൻ ഇടും. എനിക്കിപ്പോ കൊളാബ് കിട്ടുന്നുണ്ട്, ആ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ വലിയ തുക ഒന്നും വാങ്ങല, എനിക്ക് ചോക്ലേറ്റ് തന്നാൽ മതി. ഞാൻ ആ ചോക്ലേറ്റ് വാങ്ങിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്റെ കണ്ടന്റ് വാങ്ങി. കാരണം കൊളാബ് ഇടുന്നതിനൊക്കെ ഒരുപാട് പേയ്മെന്റ് വാങ്ങാനായിട്ട് ഞാൻ ആദ്യമൊക്കെ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറയും വേണ്ട, എൻ്റെ ഒരു പേജിലൊരു സ്റ്റോറി നിങ്ങൾ എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും രൂപ വാങ്ങി, അത് വേണ്ട, എനിക്ക് ചോക്ലേറ്റ് ഇത്ര രൂപക്ക് ചോക്ലേറ്റ് വേണം, ഇത്രയും പേർക്ക് കൊടുക്കാറുണ്ട്. ആ ചോക്ലേറ്റ് വെച്ചാൽ അത് കൊളാബ് ചെയ്തിടും, അതും വീഡിയോ എടുത്ത് മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് സ്ഥിരം കാണുന്ന കുറെ പേരുണ്ട്, അവർക്കൊക്കെ കൊടുത്തു കൊടുക്കും. അത് വീഡിയോ ഇട്ടുന്ന എനിക്ക് കണ്ടന്റ് ആയില്ലേ, പിന്നെ അതിലെന്ത് പ്രശ്നം, അത് മോഷിക്കത് എനിക്കറിയാം. ഇപ്പൊ പിടിക്കാൻ പാടില്ല. ഇപ്പൊ കാളി എന്ന് പറയുന്ന പേര് അത് ഭയങ്കര സ്ട്രോങ് ആണ് നെയിം. നമ്മളിപ്പോ ഒരു വിമന് ഭയങ്കര ഒരു ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് വിമൻ ഒരു റെപ്രസെന്റേഷൻ. എന്തുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്? എന്റെ പേര് കേട്ടാ ഞാൻ എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഞാൻ പറഞ്ഞില്ലേ മര്യാദ. ഇപ്പൊ കാളി എന്നുള്ള പേര് പലർക്കും ഇഷ്ടമല്ല. ഒന്ന് ജാതി, കാളി എന്നുള്ള പേര് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പച്ചക്ക് പറയാറുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ചില ആൾക്കാർക്ക് കളിയാക്കണ പോലെ തോന്നും. കാരണം ഭദ്രകാളി എന്നൊക്കെ വിളിക്കണ കളിയാക്കല അല്ല, ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദൈവം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശിവനേക്കാൾ ശ്രേഷ്ഠം തന്നെ ഞാൻ പറയുള്ളൂ. ശിവൻ മോക്ഷം കൊടുക്കുന്നു, ഭദ്രകാളി ഭദ്രമാക്കിയിട്ട് മോക്ഷം കൊടുക്കുന്നു. അതായത് നിനക്കൊന്നുമില്ല, നിനക്കൊരു കഴിവില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഭദ്രകാളി എന്ന് പറഞ്ഞ അമ്മയോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിന്റെ നാവിൽ മുമ്പത്തെ അക്ഷരങ്ങളും ഉണ്ടാവും, നിന്റെ തലച്ചോറിൽ അറിവുണ്ടാവും. നീ എവിടെ എത്തുന്നോ നിന്റെ കഴിവിന് ഉണർത്താനുള്ള കഴിവ് ഭദ്രകാളി എന്നുള്ള ദേവിക്കുണ്ട്. അതായത് ഒരു പെണ്ണ് ഏറ്റവും സാധുവായിട്ട് ഇരുന്നിട്ട് അവള് എല്ലാം സഹിച്ച് ഏറ്റവും ലാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഉഗ്രരൂപം എടുക്കുന്നതാണ് കാളി എന്നുള്ള പേര്. അപ്പോ ക്ഷമയോടുകൂടി എവിടെ വേണമെങ്കിലും ഇരിക്കും ഒരു പെണ്ണ്, സ്നേഹിച്ച ഉള്ളം കയ്യിലോ അല്ലെങ്കിൽ തറയിലിരിക്കവർ തറയിലോ ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് പറഞ്ഞായിരിക്കും. പക്ഷെ ആ സ്നേഹത്തിൽ അടിമത്തം കൂടി കൊണ്ടുവന്ന് അത് പിന്നെ അവിടെ ഒരു കെട്ടിരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെറിയുന്ന ഒരു രൂപമാണ് കാളി. ഞാൻ കാളിയാണ് എന്നുള്ള രൂപം, പെണ്ണിന്റെ ഏറ്റവും ശക്തമായ രൂപം കാളി. എനിക്ക് അതിനോട് ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തോന്നി കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും ഭയമില്ല, ആർഭാടമോ ഒന്നുമില്ല, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ഇപ്പൊ കാളിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് പൊതുവെ നമ്മള് ഇപ്പൊ മലയാള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ഫൈറ്റ് മാസ്റ്റർ എന്നൊക്കെ പറയുന്നത് റെയറസ്റ്റ് ഓഫ് റെയർ ആണ്. ഇല്ലല്ലോ, റെയർ മാത്രമല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ ഞാനൊരു വർക്ക് വന്നു, അതിൽ ചെയ്തിട്ട് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തു, പേയ്മെന്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ട് കളിയാക്കുന്നില്ല, അത് പേയ്മെന്റ് ബാലൻസ് കിട്ടണ്ട. പിന്നെ പേയ്മെന്റ് ഇപ്പൊ ഒരു ഫയർ ഇപ്പൊ ഒരാൾ മരിച്ചില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കാം. ഞങ്ങളൊക്കെ സേഫ്റ്റി പോലും മര്യാദക്കില്ലാണ് വർക്ക് ചെയ്യാൻ. ഞാൻ കസിൻസിൽ ചെയ്യുമ്പോൾ എന്റെ റബ്ബർ ഷീറ്റ് അഴിഞ്ഞു പോയി ഞാൻ തെറിച്ചു പോയിട്ടുണ്ട്. കസിൻസിന്റെ ആ ജീപ്പ് വളഞ്ഞു പോണ സീനിൽ ബൈക്കിൽ പോണ ശരിക്കും ഞാൻ പോയ ക്യാമറ മുകളിൽ കൂടെയാ പോണേ, തറയിലൊക്കെ ആണെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ കൂടെ. മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ഇത് എനിക്കുണ്ട്. ഞാൻ എത്ര വീണാലും ഞാൻ എനിക്ക് വരും, എന്റെ ഒട്ടലോ പൊട്ടലോ ഒന്നും ഉണ്ടാവില്ല. ശശിമാസോട് വെച്ചറിയാം, ഞാൻ കയറി വരും. എന്റെ മാസ്റ്റർ മൈക്കൂർ വരും, വേണ്ട കുഴപ്പമില്ല ആളപ്പുറത്ത് വന്നോളുന്നു. ബാക്കി ആർക്കും കൊടുക്കാത്തൊരു ഗ്യാരണ്ടി എന്റെ ഉണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ചാടണോ ചാടാ, ഭയമില്ല. പിന്നെ കാരണം ഞാൻ മരിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുള്ള എനിക്ക് മനസ്സിലായി എനിക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഒന്നും പറ്റില്ല. പക്ഷെ എന്താണെന്നറിയോ, എൻ്റെ ഈ സംസാരം, എൻ്റെ ഈ തൻ്റെ ഇടം, പിന്നെ എൻ്റെ ഈ രൂപം ഒക്കെ പലർക്കും ഭയങ്കര പ്രശ്നം. പിന്നെ ഈ രൂപം കണ്ടിട്ട് പലരും പറഞ്ഞുള്ള കാര്യം ഞങ്ങൾ സത്യം പറ പേടിയാ തന്നെ. ഞാൻ പറഞ്ഞത് എന്തിന്, കുറച്ച് മണ്ടത്തരം ഇവരക്കിടയിലേ എനിക്കുള്ളൂ, വേറെ ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ നടന്നില്ലെങ്കിൽ, എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സാഹചര്യം. 2 മക്കളോട് തനിച്ച് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് 10 വർഷം തനിച്ച് ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രഗിളാണ്. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെയും മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ആർക്കും എൻ്റെ വീട്ടിൽ കയറാനുള്ള ധൈര്യം വരും. ഇപ്പൊ ആ ധൈര്യം ഇല്ല അല്ലേ?
ശരിക്കും പറഞ്ഞല്ലേ വേണ്ടേ? അതന്നെ എന്റെ ഈ രൂപം കണ്ടിട്ട് എന്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ദില്ലുള്ളവൻ വന്നാൽ മതി. എന്റെ ഈ രൂപം കണ്ടിട്ട് അയ്യോ ഭയക്കണം എന്ന് പറഞ്ഞാൽ അവൻ ആ ക്യാരക്ടർ ഭയക്കണത് ആ ഭയം എന്താണെന്ന് ചിന്തിച്ചാണ്. അതേസമയം എന്റെ വേഷവും എന്റെ ക്യാരക്ടറും കണ്ടിട്ട് ഒരാൾക്ക് എന്നോട് ഭയം തോന്നല്ലെങ്കിൽ അങ്ങനെ അവന്റെ ആ കാര്യം അത് എന്താ പറയുക, ആ പെണ്ണിനെ ശരിക്കും മനസ്സിലാക്കുന്നതാണ്. അല്ലാത്തവര് ഭയക്കുന്നത് ആ പെണ്ണിന്റെ രൂപത്തെ മാത്രമല്ല തന്നെ തോന്നി പറയുന്നത്. അപ്പൊ അവർ ഓൺ ചെയ്യുന്ന ഇതല്ലേ. അല്ലാത്തവർ എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് രസം വന്നിട്ടുണ്ട് രണ്ട് ആക്ടിങ്ങിലോട്ട് ഞാൻ ചെയ്യാൻ പോസ്റ്റും ഞാൻ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യുന്ന കഥാപാത്രം വെറുതെ പഴയതായിരിക്കരുത്, സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം. ഇപ്പൊ പൊതുവെ പറയാറുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റി മെയിൻ ഡോമിനന്റ് ആണ്. മിക്ക ജോബ് പണ്ടത്തെ വെച്ച് നോക്കുമ്പോ കുറച്ച് ഭേദമുണ്ടെങ്കിലും പെർട്ടിക്കുലർ ജോബ്സ് വരുമ്പോ ഇപ്പോഴും മെയിൻ ഡോമിനന്റ്. അങ്ങനത്തെ ഒരു തരത്തിലുള്ള ജോബാണ് ഫൈറ്റ് മാസ്റ്റർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ അവസരങ്ങൾ കുറയുന്നത്, അല്ലെങ്കിൽ അതിലൊരു കരിയർ ഉറപ്പിക്കാൻ പറ്റാത്തത്? അല്ല, ഒന്ന് എന്റെ നാട്ടിലോട്ട്, രണ്ട് എന്റെ യൂണിയൻ. കേരളത്തിലെ യൂണിയൻ ഇതില്ല. സ്ത്രീകള് ഇപ്പോ ഞാൻ ആദ്യം ചേർന്ന യൂണിയൻ എന്നെ വെച്ച് ബിസിനസ് ചെയ്യാൻ നോക്കി. പക്ഷെ അതിൽ വേറെ കുറെ മിസ്റ്റേക്കുകളും കാര്യങ്ങളും എന്താ പറയാ, അതെനിക്ക് താല്പര്യമില്ല. എന്നെ വെച്ച് വേറെ പെൺകുട്ടികൾ അത് വേറെ രീതിയിൽ യൂസ് ചെയ്യാനായിട്ടുള്ളത് അതെനിക്ക് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ആ യൂണിയനെതിരെ പരാതി കൊടുത്ത് അതങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞ് രണ്ടാമത് ചേർന്ന യൂണിയനിൽ ഇതിന്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊരു വർക്ക് വന്നത് ചെയ്ത് എനിക്ക് ആ പേയ്മെന്റ് കിട്ടിയാൽ ഈ അടുത്തേലോട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ട് മക്കളായിട്ട് ഇറക്കുമ്പോൾ എനിക്കൊന്നും സേവിങ് വെക്കാൻ പറ്റില്ല. കാരണം ഒരു അസുഖം വന്നാൽ മതി, നമ്മുടെ ബഡ്ജറ്റൊക്കെ ഇതാകും. പിന്നെ പേയ്മെന്റ് കൂടി കിട്ടില്ല എന്നെനിക്ക് അതങ്ങനെ. പിന്നെ എന്താ പറയുക, ഒരു ലൊക്കേഷനിൽ ചെന്ന് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് പ്രശ്നം ഉണ്ടായാൽ പോലും എൻ്റെ പേരും എൻ്റെ സൗണ്ടും മുഴങ്ങി കേൾക്കും. അതുകൊണ്ട് ഇവര് സ്പ്രെഡ് ആക്കണ കഥ എൻ്റെ ആയിരിക്കും നെഗറ്റീവായിട്ടുള്ള. പിന്നെ പലരിലേക്ക് എത്തില്ല. ഒന്ന് പെണ്ണല്ലേ, അവൾക്ക് എത്രത്തോളം ഉണ്ട്. പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നും മാസ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ആ മാസ്റ്ററുടെ കൂടെ നിന്ന് അസിസ്റ്റന്റ് ചെയ്തു, പിന്നെ ട്രെയിനിങ് എടുത്തു. അതാണ് എൻ്റെ അതും ഇതാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്ത വർക്കിൽ ഞാൻ ആത്മാർത്ഥത്തോടെ തന്നെ പണിയെടുത്തു. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തു, അതിൽ ആ ലേഡി കഥാപാത്രം ലീഡ് ചെയ്യുന്ന കഥാപാത്രത്തിന് നമ്മൾ പറയണൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രശ്നം കൂടി ഉണ്ട്. മറ്റേന്ന് വെച്ചാൽ ശശിമാത്രൊക്കെ നല്ല നമ്മ ചെയ്യമ്മ എന്നൊക്കെ പറഞ്ഞു പറയും. പക്ഷെ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ അത് വലിയ വിവാദവും. അല്ലേ, അത് കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ ചെന്ന ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ ഫൈറ്റ് മാസ്റ്റർ, എനിക്കിതൊരിക്കലും പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. കാരണം ഇതിൽ എൻ്റെ കുറ്റേ വരുള്ളൂ, എൻ്റെ പേര് നശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, ആ കുട്ടി അഭിനയിക്കാതെ പലവട്ടം എനിക്ക് പ്രാന്തായിട്ടുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സീൻ നമ്മൾ ആഗ്രഹിച്ച പോലെ ചെയ്താൽ, കാണിച്ചതിനെ പോലെ ചെയ്താൽ കുഴപ്പമില്ല. നമ്മളൊന്ന് ചവിട്ടാൻ പറഞ്ഞാൽ പോലും ഇങ്ങനെ നിവർന്ന് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ നടുവളയില്ല, കാല് വളയില്ല, കാല് ഇത്രയും പൊക്കെ മോഡലിങ് ചെയ്യണേന്ന് പരിക്ക് വരാൻ പാടില്ല. എന്നിട്ട് ഞാൻ പറയണത് വെറുതെ സ്ലോയിൽ കാണിച്ചു കൊടുത്ത് ഇങ്ങനെയാണെന്ന്, അതും ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യുക, വെറുതെ എനിക്ക് ഏറ്റവും മോശപ്പെട്ട അനുഭവമാണ്. പക്ഷെ മെനി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഫൈറ്റ്. എൻ്റെ ആദ്യത്തെ വർക്ക് അതായിരുന്നു. എനിക്കത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, കുറേ മിസ്റ്റേക്കുകൾ അവിടെ വന്നു. അതിൽ നായിക വെച്ച് ബാക്കിയെല്ലാവരും എന്താ പറയുക, ജിൻസി ചിന്നപ്പൻ, അവരൊക്കെ എന്ന് വെച്ചാൽ പ്രായം അതാ. പക്ഷെ അവരൊക്കെ ഇത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടാൻ എപ്പോഴാന്ന് പറയാം, നമ്മൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാനൊരു 13 ദിവസം അവിടെ ലൊക്കേഷൻ നിന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ കയറിയിട്ടുണ്ട്. പിരമിഡ് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ പോലീസ് സ്റ്റേഷൻ വരെ കയറി ആ ലൊക്കേഷനിൽ. അങ്ങനെ ഒരു തോന്നില്ല. പക്ഷെ ഇപ്പോഴും പറഞ്ഞ ആ സ്റ്റോറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. 5 സ്ത്രീകളുടെ പഞ്ചഭൂതാസ് മെത്തേഡിൽ നാടൻ ഫൈറ്റ്. അത് കാരണം എനിക്ക് നാടൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈഫിൽ റിയൽ ലൈഫിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പെണ്ണൊരു സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഞാനൊരു കാട്ടിലൂടെ ഓടിയത് ഒരു 15ാമത്തെ വയസ്സിലാണ്. ആ 15ാമത്തെ വയസ്സിൽ ഞാൻ ആ ഓടുന്ന ഓട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റോറി ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്ക് ആരുടെയും എഴുത്ത് തൃപ്തിയല്ലാത്തത് എൻ്റെ ലൈഫ് എനിക്കറിയാം. എനിക്കത് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ വേണം. ഒരു അച്ഛൻ 30ാമത്തെ വയസ്സിൽ ഒരു മകളെ തേടി വരുമ്പോൾ ആ മകളുടെ അവസ്ഥ ഇങ്ങനെ, ആ മകള് ഇന്നപോലൊരു കഥാപാത്രം, ആ മകള് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ അച്ഛൻ എന്നാണെങ്കിലും ശരി, വന്ന അച്ഛനാണെങ്കിലും ശരി, പബ്ലിക്കിൽ നീ അച്ഛനാണെന്ന് പറയുന്നു പറയുമ്പോൾ ആ അച്ഛനെ കൊണ്ട് എന്താ പറയുക, സകല പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയും അച്ഛനാണെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ട് ഇറങ്ങുന്ന
സിറ്റുവേഷനും അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് മകൾ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ തേടി പോകുമ്പോൾ ആ മകൾക്കുണ്ടായ ആ ബാല്യത്തിലുണ്ടായ ട്രോമയും ആ നാടിനോടുള്ള ഇതും പണമില്ലായ്മയിലുണ്ടായ ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ചേർന്ന് ആ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിലുള്ള ഒരു അച്ഛൻ മകളുടെ ലൈഫിലേക്ക് വന്നിട്ട് ഒറിജിനൽ അച്ഛൻ ഇങ്ങനെയുള്ള സിനിമയിലെ കഥാപാത്രം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ സുരേഷ് ഗോപി സാറ് വെച്ച് ചെയ്തിട്ട് മകളെപ്പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ട് ബുള്ളറ്റ് ഒക്കെ ഇട്ട് ബിസിനസ് അതായത് എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്ന ഒരു അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് മുണ്ടും കറുത്ത മുണ്ടും കറുത്ത ഷെയ്ഡൊക്കെ ഇടും. ഞാൻ ഡ്രീം ചെയ്യുന്നത് ഇതൊക്കെ റിയൽ ലൈഫിൽ ഞാൻ ഡ്രീം ചെയ്യണം. സുരേഷ് ഗോപി സാർ ഇങ്ങനെ ബുള്ളറ്റിൽ തൃശ്ശൂർ ഞാൻ തൃശ്ശൂരും പടം വെച്ചിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ഇട്ടിട്ട് കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് ആ റൗഡി ക്യാരക്ടറായിട്ട് അതായത് എക്സിക്യൂട്ടീവ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീനിൽ നിന്നും മാറി ഇപ്പുറത്ത് ഈ ഒരു കഥാപാത്രം ഇട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഒരു സോങ് അതിൽ വെക്കണം. അതായത് അച്ഛൻ മകൾക്ക് വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ മകളിങ്ങനെ ക്യൂൻസിലൊക്കെ നിൽക്കുമ്പോഴേക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് എന്താ പറയുക IM വിജയൻ സാറ്, ജാസി ഗിഫ്റ്റ്, ജാസി അങ്കിള്, പിന്നെ ശർമാജി, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ സിനിമയിൽ എനിക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അവരൊക്കെ കൂടി വന്നിട്ട് സിദ്ദിഖിക്ക ഇവരൊക്കെ കൂടി ഷൂട്ടിംഗ് പാക്കപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ മാഫിയ ശശി ഉൾപ്പെടെ ക്യൂസേ വന്നിട്ട് നാടൻ പാട്ട് അതേ ഒരു റിയൽ സംഭവമുണ്ട്. അബു സലീം ഒക്കെ കൂടി വന്നിട്ട് എൻ്റെ ക്യൂസിലെ പാട്ട് പാടില്ല ഇതേ സീൻ തന്നെ ഒരു നാടൻ പാട്ട് ജാസ്യങ്ങൾ പാടുന്നത് അതിന് താളം പിടിക്കുന്ന IM വിജയൻ സാറ് ഇങ്ങനെയൊക്കെ എൻ്റെ സിനിമയിൽ ഇങ്ങനത്തെ ഒരു സോങ് ഒക്കെ വേണമെന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഞാൻ. പക്ഷെ അത് എഴുതി കിട്ടണ്ടല്ലോ. തീർച്ചയായും നടക്കും. അത് ദൈവവിദ്യയാണ്. കാരണം ഒരു സിനിമയിൽ ഒരു ലേഡി ഫൈറ്റ് മാസ്റ്ററായിട്ട് കയറി വരുമ്പോൾ ഒരു ഹിന്ദി സിനിമയിൽ ഉണ്ട് ഫൈറ്ററായിട്ടുള്ള. അപ്പൊ ഒരു മാസ്റ്റർ വന്നാലുള്ള ഒരു അവസരം മലയാള സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വഴി കൂടെയാണ് വന്നതെന്നും കൂടി നോക്കാം. ഇത് റിയൽ സ്റ്റോറിയാണ്. ഇതിൻ്റെ അകത്ത് പഞ്ചിങ്ങിന് ഒരു കുറവുമില്ല ലൈഫിൽ. അപ്പൊ പിന്നെ സ്റ്റോറിയിൽ അത് ഉണ്ടാവത്തേ ഇല്ല. പക്ഷെ അത് എഴുതി തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അത് എങ്ങനെ എഴുതണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും ഒരു കുറച്ച് ഇതുള്ള ആൾക്കാർ പക്ഷെ ഇവർക്ക് അവരുടെ സ്റ്റോറി മിക്സ് ചെയ്ത് പലതായിട്ട് ഞാൻ പറഞ്ഞ എന്തിനേ ഇത് തന്നെ ഉണ്ട് ഒരു മെഗാ പരമ്പര. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 15 വയസ്സിലൊരു പെൺകുട്ടി സ്ട്രഗിൾ ചെയ്യുന്നതും ജനിച്ചു വീണത് ഇങ്ങനെ അമ്മ അച്ഛനും ശ്രീലങ്കയും അവിടെ നിന്ന് വന്ന് ഇത് സ്റ്റോറിക്ക് ഒരു കുന്ന ഓപ്ഷൻ ഉണ്ട്. ചെറിയ ചെറിയ പാർട്ടായിട്ട് പല സിനിമ എടുത്തിട്ടുണ്ട്. എന്നിട്ടും കൂടി മുഴു സിനിമയാക്കിലോട്ട് ഇതാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എഴുതിൻ്റെ ഒരു ഒത്തക്ഷരത്തിട്ടായിരിക്കും. നമ്മുടെ സൊസൈറ്റിയിൽ കാളീനെ പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകള് വരണം. അപ്പൊ ഇനി വരുന്ന തലമുറകളോട് അല്ലെങ്കിൽ ഇനി വരുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഒരുപാട് പെൺകുട്ടികളുടെ മരണം കണ്ടുകൊണ്ടിരിക്കുക. അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർ പരീക്ഷിക്കണില്ല എന്ന് വെച്ചാൽ ഈ സമൂഹത്തിനെ പേടിച്ചിട്ടാ. ഈ കോപ്പിലെ സമൂഹത്തിന് നിങ്ങളാരും നോക്കാൻ നിൽക്കരുത്. കാരണം ഇതിൽ അട്ടയും പുഴുക്കളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കിടക്കും. പുറത്തേക്ക് ഇറങ്ങി നോക്കണില്ല. അവർക്ക് അവരുടെ ലോകമുണ്ട് രാജാവ്. ഇപ്പൊ കമന്റ് ബോക്സിൽ നിങ്ങൾ മരിച്ചപ്പോ നിന്ന് പൂങ്കണ്ണീര് ഒഴുകണവര് നിങ്ങൾ ജീവനോടെ വന്നാൽ ഉണ്ടാവില്ല. അപ്പോ മരിക്കണ്ട, പകരം നിങ്ങൾ തൻ്റെ അടുത്തോട് ജീവിക്കാൻ ഇറങ്ങുക. എന്നെ പോലെ ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയാം, വിദ്യാഭ്യാസമില്ല, മണ്ടത്തരം, ഒരു രൂപ കയ്യിലില്ല, ഒരു കൈത്തൊഴിലറിയില്ല, എന്താ പറയാ. അതേപോലെ തന്നെ സമൂഹം വേശി എന്നുള്ളൊരു മുദ്രയും കുത്തിയിട്ടുണ്ടായിരുന്നു 10 വയസ്സ് തുടങ്ങിയ. ഇതൊക്കെ തരണം ചെയ്ത് ഞാനിവിടെ ഇരിക്കാമെങ്കിൽ 2 കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട്, അത് പ്രഗ്നന്റ് ആയിരുന്നു, 4 മാസം പ്രഗ്നന്റ് ആയിരുന്നു, ഈ പ്രസവവും ഒക്കെ തനിച്ചായിരുന്നു. ഇവിടം വരെ ഒരു മരുന്നോ ഒന്നുമില്ലാണ്ട് മന്ത്രവും ഇല്ലാണ്ട് ഇവിടം വരെ എത്താമെങ്കിൽ, ചിലപ്പോൾ ഇവിടം വരെ ഇത്ര ആത്മഹത്യയൊക്കെ പലവട്ടം ശ്രമിച്ചിട്ട് തന്നെ ഇവിടം വരെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി ആയിരിക്കാം. നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കിടന്ന് ആൺകുട്ടികൾ പറയട്ടെ, പഴയ തള്ളച്ചുമാരൊക്കെ പറയട്ടെ, അവരുടെ ലൈഫ് പോയി, അവരിനി കമന്റ് ബോക്സിൽ കിടന്ന് പറ്റി വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ന്യൂജൻ പിള്ളേരോട് ഒരു 10 എന്നാലും കളത്തിമാരോ ഒരുപാട് കളത്തിമാരോടല്ലോ പറഞ്ഞത്, എന്നാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ഇനി ഇത്ര നാളെ ഉള്ളൂ. എത്ര നാളെ നിങ്ങൾക്ക് ആർക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഉള്ള സമയം ജീവിക്കാൻ നോക്കാം. മറ്റുള്ളവരുടെ കമന്റ് ബോക്സിൽ നോക്കി ഏത് കമന്റ് ഇടുക എന്നുള്ളതല്ല, ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരിടത്തും വീണായി എഴുന്നേറ്റ് പരിശീലിക്കുക. ആ വീണ എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ വിദ്യാഭ്യാസം ഒരിക്കലും കളയരുത്. ആവശ്യമില്ലാത്ത ലഹരിയിലോട്ട് പോകരുത്. ലഹരി ഇല്ലാണ്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പഠിക്കുക. എന്താ പറയുക, ഒരു ബൈക്ക് എടുക്കുക, യാത്ര ചെയ്യുക, നാട് മൊത്തം കാണാം. എത്രത്തോളം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയോ, മഴ വെയിൽ എല്ലാം കൊള്ളുക, ചാവട്ടെ. അതെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കളിയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ, എല്ലാം സാധിക്കട്ടെ. എത്ര നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ താങ്ക് യു സോ മച്ച്.